നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ് വലിയൊരു വിഷയം, നിർമ്മല 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 എന്നുള്ളത്. നിർമ്മല എന്ന് കേൾക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് അതിനൊരു ഹിന്ദു നാമമായിട്ട് എടുക്കാം, പക്ഷെ അതൊരു ക്രിസ്തീയ കോളേജിന്റെ പേരാണ്. ആ ഒരു വിഷയം നമ്മൾ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ എല്ലാവരുടെയും പ്രതികരണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെ നടന്നിരിക്കുന്ന വലിയ ഒരു വർഗീയ ധ്രുവീകരണം, അതല്ലെങ്കിൽ എല്ലാ നാടുകളിലും വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു സിസ്റ്റം നമ്മൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മതേതര കേരളം, അതല്ലെങ്കിൽ മതേതര ഭാരതം എന്നും പറഞ്ഞുകൊണ്ട് മതേതരം പുട്ടിന് പേരിടുന്ന പോലെ തിരികിക്കൊണ്ട് ഇവിടെ കൃത്യമായിട്ടും മതേതരം എന്താണ് എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ കൃത്യമായിട്ടും നമ്മുടെ കോളേജുകളും കലാലയങ്ങളും ഒന്നടങ്കം ഐസിസ് ഭീകരതയ്ക്ക് പോലും വഴിപ്പെട്ടിരിക്കുന്നു എന്ന് ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്താനാവാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഓരോ ടെസ്റ്റ് ഡോസുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളികൾക്ക് മുൻപിൽ നിർമ്മല കോളേജിൽ നടന്ന ആ ഒരു വിഷയം തന്നെയാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. നമ്മുടെ ചർച്ചയിലേക്ക് വിശിഷ്ട അതിഥികളെ എത്തിയിട്ടുള്ള RV ബാബു സാർ, അതുപോലെ കെവിൻ പീറ്റർ ജി, പിന്നെ നമ്മുടെ ചാനലിന്റെയും ജാമിദ ടീച്ചറിന്റെയും ചാനലിൽ ഡയറക്റ്റ് കണക്ട് ചെയ്തതുകൊണ്ട് ജാമിദ ടീച്ചറെ അതിഥിയായിട്ട് കൂട്ടുന്നില്ല, നമ്മുടെ ചാനലിന്റെ മോഡറേറ്റർ പോലെ തന്നെ ടീച്ചറേയും. ടീച്ചർ എങ്ങനെയാണ് അതിന്റെ ആ ഇൻട്രൊഡക്ഷനിലേക്ക് ടീച്ചർ ഒന്ന് കടന്നോളൂ, എന്നിട്ട് രണ്ട് അതിഥികളെയും സ്വാഗതം ചെയ്തോളൂ. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഓരോ ഭാഗങ്ങളിൽ നിന്നായി ചെറിയ ചെറിയ അജണ്ടകളോടുകൂടി തുടങ്ങി വെക്കുകയാണ് ഇവര് ഈ നാടിനെ മതവൽക്കരിക്കാനുള്ള ശ്രമം. ഈ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിർമ്മല കോളേജില് അവർക്ക് നമസ്കരിക്കാൻ ഒരു ഇടം വേണം എന്ന രൂപത്തിലുള്ള ആശയം ഉയർന്നു വരുന്നു. അത് പിന്നീട് പ്രതിഷേധമായി മാറുന്നു. ഇത് നമ്മൾ വിചാരിക്കും ഇവരെന്ത് പൊട്ടന്മാരാ, വെറുതെ ഒരു കാര്യവുമില്ലാതെ. അല്ല, ഇവരുടെ കൂർമ്മ ബുദ്ധിയാണ് ഇതിന് പിന്നിൽ. ആദ്യം ഇങ്ങനെ നമസ്കരിക്കാൻ ഒരു ഇടം, ഇവർ ഒട്ടകത്തിന് ഇടം ചോദിക്കുന്നത് പോലെയാണ്. ആദ്യം നമസ്കരിക്കാൻ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു മുറി മതി. അത് കഴിയുമ്പോ ഇവർക്ക് ഹിജാബ് ധരിക്കണം. അത് കഴിയുമ്പോ വെള്ളിയാഴ്ച ദിവസം അവധി വേണം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മുസ്ലിം പ്രിൻസിപ്പളിനെ വേണം. പിന്നീട് അമുസ്ലിം കുട്ടികളെയൊക്കെ ഇവിടെ നിന്ന് മാറ്റിയാലോ. ഇങ്ങനെ ഇതേ അജണ്ട എല്ലാ ഇടങ്ങളിലും പയറ്റി തെളിഞ്ഞവരാണിവർ. ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കുന്ന ജർമ്മനിക്കാര് ഇവരെ രണ്ട് കൈയും കൂട്ടി സ്വീകരിച്ചിട്ട് ഇവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നൽകിയിട്ട് ഇപ്പോൾ ജർമ്മനിക്ക് തലവേദനയായി, അടിച്ചാൽ തിരിച്ചടിക്കാൻ അറിയാത്ത ജർമ്മനി ഇവരെ ഓരോരുത്തരായിട്ട് കിണ്ടിയെടുത്ത് വെളിയിലിടുക. അപ്പോ ഈ നിർമ്മല കോളേജിന്റെ ചുറ്റളവിൽ അനേകം പള്ളികളുണ്ട്. 3ഓളം പള്ളികളുണ്ട് എന്നാ സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റുന്നത്. ഈ പള്ളികളിൽ ഒന്നും ഇവർക്ക് നമസ്കരിക്കണ്ട. ഇവർക്ക് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ തന്നെ വലിഞ്ഞു കയറി അവിടെ തന്നെ ഇവർക്ക് നമസ്കരിച്ചേ പറ്റൂ എന്ന് പറയുന്നതിന് പിന്നിൽ പല കാരണങ്ങളുമുണ്ട്. ഒന്ന് നമുക്കറിയാം, പൂഞ്ഞാർ വിഷയം. അവിടെ കുർബാന നടക്കുന്ന സമയത്ത് ആ പള്ളി അങ്കണത്തിൽ കയറി ബൈക്ക് റേസ് ചെയ്ത് ശബ്ദമുണ്ടാക്കി അവിടുത്തെ വൈദികനെ ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ 1ഓ 2ഓ ദിവസം ഏതോ മുക്കുന്നോ മൂലയിൽ നിന്നോ ഒക്കെ മാത്രം എന്തൊക്കെയോ പ്രതികരണങ്ങൾ ഉണ്ടായി. ഇതും അതുപോലെ തന്നെയാണ്. ആരാണ് ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിക്കുന്നത്? ഇതിവർക്കറിയണം. മാറി നിന്ന് കാഴ്ചക്കാരായി വേട്ടക്കാര് കാണുന്നുണ്ട്. ഈ വിഷയത്തിലെ പ്രതികരണം അറിഞ്ഞിട്ട് വേണം ഇനിയും ഇവർക്ക് അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ. ഞങ്ങൾ സമരം ചെയ്തില്ല എന്ന് പറഞ്ഞാല് ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘടന ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല, SFI എന്ന് വെറുതെ നിങ്ങൾ പേര് വലിച്ചഴക്കരുത്. ശരി, അവരില്ലെങ്കിൽ ഇല്ല, പോട്ടെ. ഇത്തരം പ്രവണതകളെ ഇവരെങ്ങനെയാണ് എതിർക്കേണ്ടത്? പള്ളിക്കുടങ്ങൾ 1000 വേണമെന്ന് പറഞ്ഞവർ, പള്ളികളല്ല വേണ്ട എന്ന് പറഞ്ഞിരുന്നവർ ഇന്ന് പള്ളിക്കുടത്തിനകത്ത് 1000 പള്ളികൾ വേണം എന്ന ആശയവുമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇവരുടെ മതേതര കാഴ്ചപ്പാട് എന്താണ് എന്നും ഇവരുടെ മതപ്രീണനം എന്താണെന്നും അത് നിലനിർത്താൻ വേണ്ടി ഇവരെത്രമാത്രം കഷ്ടപ്പെടുന്നു എന്നും കേരളത്തിന്റെ മലയാളിക്കരയ്ക്ക് മനസ്സിലാക്കാൻ ഒരവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ബാബു സാർ, നമ്മള് അങ്ങിപ്പോ ജനം TV അടക്കമുള്ള ഒട്ടേറെ ദൃശ്യ പത്ര മാധ്യമങ്ങൾ, ഏതൊരു മാധ്യമങ്ങളായാലും അങ്ങയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ കൃത്യമായിട്ടും പ്രതികരണം അറിയിച്ചു വന്നിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണുള്ളത്. എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം? കാരണം ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന ആ ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെ ഇന്നിപ്പോൾ ഒരുപാട് സംഭവങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൽ എടുത്തു പറയേണ്ട സന്ദീപ് വചസ്പതി ഒരു അരമണിക്കൂർ മുമ്പിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. 24 മണിക്കൂറിനുള്ളിലുണ്ടായ 3 സംഭവങ്ങൾ
മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിസ്കരിക്കാൻ അനുമതി ആവശ്യപ്പെട്ട് മതമൗലികവാദികൾ, പിന്തുണയുമായി SFI, CPIയുടെ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയന്റെ ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് പർവേസ് മുഷറഫിന് ആദരം, കാർഗിൽ വിജയ ദിവസിൽ രാഷ്ട്രം മുഴുവൻ ആഘോഷിക്കുമ്പോൾ ചെഗുവേരയുടെ ഇന്ത്യ സന്ദർശനത്തിന്റെ 65ാം വാർഷികം ആഘോഷിക്കുന്ന CPM. ഇത്തരത്തിൽ ഒട്ടേറെ കാരണങ്ങളാണ്. നിർമ്മല കോളേജിന്റെ വിഷയം മാത്രമല്ല, കേരളത്തിന്റെ മുക്കിലും മൂലയിലും എന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാമിക പ്രീണനം അതല്ലെങ്കിൽ മതമൗലികവാദം വളർത്തുക, ഇസ്ലാമിക ഐസിസിനെ പോലും വെല്ലുന്ന രീതിയിൽ ഈ കേരളം പിന്തുണ കൊടുക്കുന്ന ഒരു അവസ്ഥ. എങ്ങനെയാണ് സർ അങ്ങയുടെ ആ ഒരു വീക്ഷണം വരുന്നത്? വളരെ ഗൗരവമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ ഓരോന്നും ദിനം പ്രതി നമ്മുടെ കൺമുമ്പിൽ സംഭവിക്കുന്നു എന്നുള്ളത് ആണ്. നമുക്ക് ഇതൊക്കെ കാശ്മീരിലാണ് അല്ലെങ്കിൽ സിറിയയിലാണ് അഫ്ഗാനിസ്ഥാനിലാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ദിനം പ്രതി കേരളത്തിൽ അതിവേഗം ദ്രുതം എന്ന നിലയ്ക്ക് തന്നെ സംഭവിക്കുകയാണ്. ഇപ്പോ നിർമ്മല കോളേജിലും മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജാണ്. ആ കോളേജിന്റെ ആവശ്യം എന്താണ്? അവരുടെ ആവശ്യം എന്താ? അവിടെ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം നിസ്കരിക്കാൻ, മുസ്ലിം വിദ്യാർത്ഥികൾക്ക് എന്നല്ല വിദ്യാർത്ഥിനികൾക്ക് എന്ന് വേണമെങ്കിൽ പറയും, പെൺകുട്ടികൾക്ക് നിസ്കരിക്കാൻ പ്രത്യേകം മുറി വേണമെന്നാണ്. എന്നാൽ പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് നിസ്കരിക്കാൻ പ്രത്യേകം മുറി വേണമെന്ന ആവശ്യമല്ല അവർ ഉന്നയിക്കുന്നത്. ആൺകുട്ടികൾക്ക് പോകാനെടുത്ത പള്ളിയുണ്ട്, അപ്പൊ അവിടെ പോയി നിസ്കരിക്കും. പക്ഷേ പ്രശ്നം എന്താണ്? മുസ്ലിം വിഭാഗത്തിലെ ചില പള്ളികളിൽ മുസ്ലിം സ്ത്രീകൾക്ക് പ്രവേശനമില്ല. ചില വിഭാഗങ്ങളുടെ, ഇപ്പൊ സുന്നി വിഭാഗങ്ങളുടെ പള്ളികളിൽ മുസ്ലിം സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അപ്പോ ഈ കോളേജിനോട് ചേർന്നുള്ള പ്രവർത്തിക്കുന്ന ഒരു മുസ്ലിം പള്ളി അവിടെ ഉണ്ട്. പക്ഷെ അവിടെ മുസ്ലിം സ്ത്രീകളെ പ്രവേശിപ്പിക്കില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് മുറി തരണം എന്നുള്ള വാദമാണ്. ഇത് എവിടെ നടക്കുന്ന കാര്യമാണ്? മുസ്ലിം സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പള്ളിയിൽ പ്രവേശനം നേടണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തേണ്ടവരാരാ? പക്ഷെ ഇവിടെ SFI MSFനോട് അല്ലെങ്കിൽ മുസ്ലിം വിദ്യാർത്ഥികളോടൊപ്പം ചേർന്നുകൊണ്ട് ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളില് ഞങ്ങൾക്ക് പ്രത്യേകം നിസ്കരിക്കാൻ മുറി വേണം എന്ന് ആവശ്യപ്പെടുക. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ സമ്പൂർണമായി കേരളത്തെ ഇസ്ലാമീകരിക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യമാണ്. കേരളത്തെ സമ്പൂർണമായി ഇസ്ലാമീകരിക്കുക എന്നുള്ളതാണ്. നോക്കൂ, നമ്മുടെ നാട്ടില് ഇത് ആദ്യത്തെ സംഭവമായിട്ട് നമ്മൾ കാണണ്ട. ആദ്യത്തെ സംഭവമല്ല. കേരളത്തിലെ ഒരു നിയമം, ജെൻഡർ ഈക്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു നിയമം നടപ്പിലാക്കാൻ ഈ പുരോഗമന ജനാധിപത്യ എന്നൊക്കെ മേലുനടിക്കുന്ന കേരളത്തിൽ സാധ്യമാണോ? അല്ലെന്ന് വേണം പറയാനായിട്ട്. ഇപ്പൊ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഈ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന എന്താ? മുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നടത്താനുള്ള അനുവാദമൊക്കെ ഉണ്ട്, പക്ഷേ അത് ഇസ്ലാമിക നിയമപ്രകാരം ആയിരിക്കണം എന്നാണ്. നോക്കൂ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം നടത്താനും എല്ലാവർക്കും തൊഴിൽ ചെയ്യാനും വിദ്യാഭ്യാസം സാർവത്രികമായ അവകാശമായിട്ടും മൗലിക അവകാശമായിട്ടും നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് മുസ്ലിം പെൺകുട്ടികൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ മതപുരോഹിതന്മാരുടെ തിട്ടൂരം അനുസരിച്ച് വേണം എന്നുള്ള സ്ഥിതിവിശേഷമാണ്. ഈ മതപുരോഹിതന്മാരുടെ തിട്ടൂരം. അപ്പോ ഇത് മതപുരോഹിതന്മാര് പറയട്ടെ, മതപുരോഹിതന്മാരും മതനേതൃത്വവും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഈ കാര്യങ്ങളോടുള്ള നമ്മുടെ നാട്ടിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ, സാംസ്കാരിക നായകന്മാർ, മാധ്യമങ്ങൾ, ഇവരുടെ നിലപാടെന്താണ്? ഇതിനോടൊക്കെ ഈ നിലപാട് ഇപ്പൊ 24 മണിക്കൂർ കഴിഞ്ഞു. ഒരു ന്യൂനപക്ഷം, അതായത് മുസ്ലിം സമൂഹത്തെക്കാൾ ഏകദേശം ഇപ്പോ പകുതിയോളം വരുന്ന ഒരു ജനസംഖ്യയുള്ള ഒരു സമുദായമാണ് ക്രിസ്ത്യൻ സമുദായം. മുസ്ലിം സമുദായത്തിന്റെ പകുതിയുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം കേരളത്തിൽ ക്രിസ്ത്യാനികൾ. അപ്പോൾ മുസ്ലിം സമുദായത്തിന്റെ പകുതി മാത്രം ജനസംഖ്യയുള്ള കേരളത്തിലെ ഒരു ന്യൂനപക്ഷം, മുസ്ലിങ്ങളെക്കാൾ ന്യൂനപക്ഷ സമൂഹമായിട്ടുള്ള ക്രൈസ്തവ ന്യൂനപക്ഷ സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള ഒരു ധിക്കാരം, ഒരു ധാർഷ്ട്യം സംഘടിത ഒരു മുസ്ലിം മത വിഭാഗം ചെയ്യുമ്പോൾ അതിനോടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ പ്രതികരണം എന്തായിരുന്നു? ഈ 24 മണിക്കൂർ കഴിഞ്ഞു. ഈ സമയം വരെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഒരു പ്രതികരണം നടത്തിയോ? കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു പ്രതികരണം നടത്തിയോ? പ്രതിപക്ഷ നേതാവ് പ്രതികരണം നടത്തിയോ? എന്താ മിണ്ടാത്തത്? മിണ്ടില്ല. കാരണം അവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, അത് മറുഭാഗത്ത് സംഘടിത വോട്ട് ബാങ്കുള്ള മുസ്ലിം മതവിഭാഗമാണ്. സംഘടിത വോട്ട് ബാങ്കുള്ള മുസ്ലിം മതവിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുയർത്തുന്നതിനോട് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നിലപാട് എന്താണ് എന്ന് ഇതിനകം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇത് ആദ്യത്തെ സംഭവമല്ല. ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു എന്ന് വേണം കാണാനായിട്ട്. കാരണം ആക്രമണത്തിന് ഒരു രാഷ്ട്രീയമായ മാനം കൂടിയുണ്ട്. കാരണം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവര്
പല മുസ്ലിം മത നേതാക്കന്മാരുടെയും, പ്രത്യേകിച്ച് ഞാനിപ്പോ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരത്തെ ലത്തീൻ ബിഷപ്പ് വളരെ ശക്തമായിട്ട് BJPക്ക് എതിരായിട്ടുള്ള നിലപാടെടുത്ത ഒരു ബിഷപ്പാണ്. അതേപോലെ ചില ബിഷപ്പുമാർ നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷേ അത്തരം മതനേതാക്കന്മാരുടെ ആഹ്വാനം ചെവിക്കൊള്ളാതെ സാധാരണ ക്രൈസ്തവര് ഈ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തൊരു സാഹചര്യം കേരളത്തിലുണ്ട്, തൃശ്ശൂരടക്കം. അപ്പോ കേരളത്തിൽ ക്രൈസ്തവര് BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തതിനോട് CPM-ന് വിരോധമുണ്ട്, ജിഹാദികൾക്ക് വിരോധമുണ്ട്. ആ വിരോധവും കൂടി ഈ വിഷയത്തിൽ തീർക്കുകയാണോ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് പാലാ ബിഷപ്പ് നെക്കോട്ടി ജിഹാദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നടത്തിയ പ്രതിഷേധം പോലെ അമല കോളേജിൽ ഒരു വിദ്യാർത്ഥി മരിച്ചപ്പോൾ ഉണ്ടാക്കിയ പ്രതിഷേധം, നമുക്കറിയാം, നാട്ടിൽ ആദ്യമായിട്ടൊന്നുമല്ല ഒരു വിദ്യാർത്ഥി ഒരു കോളേജിൽ ആത്മഹത്യ ചെയ്യുന്നത്. പക്ഷെ അമല കോളേജിൽ ആഴ്ചകളോളം അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടായി. എന്താ അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടായത്? കൊല്ലപ്പെട്ടത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലാണ്. ആരാണ് സമരം നടത്തിയത്? നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത് ആസൂത്രിതമാണ്, വളരെ ആസൂത്രിതമായി ഇസ്ലാമികവൽക്കരണത്തിന്റെ ഭാഗമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് ഇത് എന്നുള്ളത് കാണാം. ഇപ്പോ എവിടെ പോയി ജെൻഡർ ഈക്വാലിറ്റിയുടെ നമ്മുടെ യൂണിഫോം ഏകീകരണം? എവിടെ പോയി ലിംഗസമത്വം? എവിടെ പോയി നമ്മുടെ സ്ത്രീ സ്വത്താവകാശത്തെ സംബന്ധിച്ചുള്ള തുല്യതയുടെ വിഷയം? നമ്മൾ കണ്ടതാണല്ലോ, കുടുംബശ്രീ പ്രതിജ്ഞ മാറ്റിവെക്കുന്ന സാഹചര്യം കേരളത്തിലുണ്ടായി നമ്മൾ കണ്ടതല്ലേ. ഒരു പ്രതികരണം പൊതുമണ്ഡലത്തില് പൊതുവേദിയിൽ നിന്ന് ഒരു പാവപ്പെട്ട 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ ഇറക്കി വിട്ട സമയത്ത് കേരളത്തിലെ ഏത് രാഷ്ട്രീയ നേതാക്കന്മാരാ പ്രതികരിച്ചത്? അപ്പൊ വളരെ ആസൂത്രിതമാണിത്. ഞാൻ ഒരു കാര്യം കൂടി എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് കേരളത്തിലെ ഭരണ പ്രതിപക്ഷ കക്ഷികളാണ്. തുല്യ ഉത്തരവാദിത്വം കേരളത്തിലെ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഉണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു. ഇന്നിപ്പോ കുട്ടികള് നിസ്കരിക്കാൻ സ്ഥലം ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്ന കുട്ടികൾക്ക് പ്രചോദനം എവിടെ നിന്നാണെന്നറിയാം? പ്രചോദനം സംസ്ഥാന സർക്കാരിന്റെ നിലപാടിൽ നിന്നാണ്. സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്താണ്? ഇവിടെ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ഉദ്യോഗസ്ഥന്മാർക്ക്, സർക്കാർ സർവീസിലുള്ള മുസ്ലിം ഉദ്യോഗസ്ഥന്മാർക്ക് വെള്ളിയാഴ്ച 2 മണിക്കൂർ ലീഷർ ടൈം കൊടുക്കുന്നത്? ഏത് അടിസ്ഥാനത്തിലാണ്? 12 മണി മുതൽ 2 മണി വരെ നിസ്കരിക്കാൻ പ്രത്യേകമായിട്ടുള്ള അനുവാദം കൊടുക്കുന്നു. ഏത് മതേതരത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഓഫീസ് മാനുവലിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് 2 മണിക്കൂർ കൊടുക്കണം. എന്നിട്ട് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അടുത്ത ദിവസം നെക്സ്റ്റ് വർക്കിംഗ് ഡേ അതിനെ കോമ്പൻസേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണമെന്നാണ്. ഏത് മുസ്ലിം ഉദ്യോഗസ്ഥനാണ് കോമ്പൻസേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാറുള്ളത്? കോമ്പൻസേറ്റ് ചെയ്യോ കോമ്പൻസേറ്റ് ചെയ്യാതിരിക്കുകയോ? ഞാൻ ചോദിക്കുന്നത് ഇതിന് എങ്ങനെയാണ് മതേതരത്വം എന്ന് പറയുക? ഇപ്പോ ഏറ്റവും ഒടുവിൽ ഷംസീർ പറയുകയാണ് വെള്ളിയാഴ്ചകളിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ പാടില്ല. ആർക്ക് വേണ്ടിയിട്ടാണ്? അപ്പോ എല്ലാം മതനിയമത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഞാനിവിടെ പറഞ്ഞു വരുന്ന പോയിന്റ് അതാണ്. ഇസ്ലാമൈസേഷൻ ഇൻ കേരള എന്ന് പറയുമ്പോൾ ഇസ്ലാമിന്റെ താല്പര്യത്തിനനുസരിച്ച് വിദ്യാഭ്യാസം, പ്രത്യേക വിദ്യാഭ്യാസ കലണ്ടർ. ഇപ്പൊ നോക്കൂ, 70% മുസ്ലിം സമുദായമായപ്പോൾ മലപ്പുറം ജില്ലയുടെ പ്രത്യേക മുസ്ലിം കലണ്ടർ, വിദ്യാഭ്യാസ കലണ്ടർ അല്ലെ? അവിടെ വെള്ളിയാഴ്ചകളിൽ ക്ലാസ് ഇല്ല, വെള്ളിയാഴ്ചകളിൽ SSLC എക്സാമിനേഷൻ മുഴുവൻ കേരളത്തിലും ഇല്ല. അപ്പൊ ഇതെല്ലാം ഇസ്ലാമിന്റെ താല്പര്യത്തിന് സറണ്ടർ ചെയ്തുകൊണ്ട് ഈ ഇസ്ലാമൈസേഷനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന സംസ്ഥാന സർക്കാർ, അത് ഇടതാകട്ടെ വലുതാകട്ടെ, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരേപോലെയാണ് ഈ വിഷയത്തിൽ. ഈ സറണ്ടറിങ് ആണ് ഈ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഈ ആവശ്യം ഉന്നയിക്കാൻ പ്രചോദനം നൽകുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഉത്തരവാദികൾ പ്രഥമ ദൃഷ്ടിയ, ഞാൻ ജിഹാദികളെ അല്ല പറയുക, പ്രഥമ ദൃഷ്ടിയ ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഇത് ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെതാണ്, ഭരിക്കുന്നവരുടേതാണ്. ഇവിടെ ഷംസീർ തന്നെ ഗണപതി മിത്താണെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ സ്കൂളിൽ നിസ്കരിക്കാൻ സമയം ചോദിക്കുന്ന അല്ലെങ്കിൽ സ്ഥലം ചോദിക്കാൻ വേണ്ടി ഒത്തൊരുമിച്ച് സമരം ചെയ്യുന്ന SFI അവിടെ കോഴിക്കോട് ഒരു സ്കൂളില് ആ മാനേജ്മെന്റ് കെട്ടിടം പണി പൂർത്തിയാക്കിയപ്പോൾ ഒരു ഗണപതി ഹോമം നടത്താൻ തീരുമാനിച്ചല്ലോ. ആ ഗണപതി ഹോമം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കയറി ചെന്ന് ഗണപതി ഹോമം തകർത്ത് പൂജാരിയെ മർദ്ദിച്ച് അവിടുത്തെ പൂജാ സാധനങ്ങൾ മുഴുവൻ വലിച്ചെറിഞ്ഞ് അത് മുഴുവൻ നശിപ്പിച്ചതാരായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ നേതൃത്വത്തിലല്ലേ? ഇവിടെ നിസ്കരിക്കാൻ വേണ്ടി സ്ഥലം ചോദിക്കുക, സ്കൂളിനകത്ത് നിസ്കരിക്കാൻ സ്ഥലം ചോദിക്കുന്നവര് അവിടെ ഒരു ചടങ്ങ്, അതായത് ഒരു പുതിയ കെട്ടിടം പണിത് അതിന്റെ ഭാഗമായിട്ട് ഒരു പൂജ നടത്തുക, അത് ദിവസേന നടക്കുന്നതല്ല. ഉദ്ഘാടനത്തിന് മുൻപായിട്ട് അയാളുടെ വിശ്വാസമനുസരിച്ച് ഒരു മാനേജ്മെന്റ് സ്കൂളിൽ അതിന്റെ ഉടമസ്ഥൻ ഒരു പൂജ നടത്തിയപ്പോൾ ഉണ്ടായ അനുഭവമാണ് ഈ ഇരട്ടത്താപ്പ്. നമ്മള് ഇന്ന് നിൽക്കുന്നത് ഇന്നലെ ഒരു പൂജാരിയെ
ഒരു പോലീസ് വിലങ്ങണിയിച്ച് ക്ഷേത്രത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്ത ദിവസത്തിന്റെ പിറ്റേ ദിവസം നിൽക്കുന്നത് നമ്മള് ഒരു പൂജാരിയെ വിലങ്ങണിയിച്ച് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അയാളെ അറസ്റ്റ് ചെയ്തോ? അറസ്റ്റ് ചെയ്തില്ല. 3 മണിക്കൂർ എടുത്തിട്ട് അയാളെ പോലീസ് ജീപ്പിൽ തിരികെ വീട്ടിൽ കൊണ്ടുപോയി മറ്റേ കുണമാക്കി. എന്തിനാണ് വിലങ്ങണിയിച്ച് കൊണ്ടുപോയത്? അപ്പോ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഹിന്ദു പൂജാരിമാരെ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കയറിയിട്ടാണ് എന്നുള്ളത് കൂടെ പ്രസ് ചെയ്ത് പറയേണ്ടതുണ്ട്. ക്ഷേത്രത്തിനകത്ത് കയറിയിട്ടോ അല്ലാതെയോ അതൊരു വലിയ വിഷയം. ക്ഷേത്രത്തിനകത്തോ അല്ലാതെയോ ആകട്ടെ, ഇയാൾ കുറ്റം തെളിയിക്കപ്പെട്ട് അയാൾ കുറ്റവാളിയാണെന്ന് കണ്ട് അയാളെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് മാത്രമേ അയാളെ വിലങ്ങണിയിക്കേണ്ടതുള്ളൂ. എന്തിനടിസ്ഥാനത്തിലാണ് അയാളെ വിലങ്ങണിയിച്ചു കൊണ്ടുപോയത്? എന്തിനടിസ്ഥാനത്തിലാണ് അയാൾ വെറുതെ വിട്ടത്, ചോദ്യം ചെയ്ത്? അപ്പൊ ഇത് ഹിന്ദു സമൂഹത്തിനകത്തെ ഇത്തരം നമുക്കറിയാം സന്യാസിമാർക്ക് നേരെ നടന്നത്, ഹിന്ദു ആധ്യാത്മികാചാര്യന്മാർക്ക് നേരെ നടക്കുന്നത്, ഹിന്ദു വിശ്വാസങ്ങളോടുള്ള സമീപനം. SFI തന്നെയാണ് ഹിന്ദു വിശ്വാസങ്ങളെ അവഹേളിച്ചുകൊണ്ട് കേരളവർമ്മ കോളേജിൽ അടക്കം ചിത്രങ്ങൾ വരച്ചു വെച്ചത്. അപ്പൊ ഏകപക്ഷീയമാണിത്. ഈ ഏകപക്ഷീയത എന്ന് പറഞ്ഞാൽ സംഘടിത ജിഹാദി, ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അടക്കമുള്ള പ്രസ്ഥാനങ്ങളെ ഇവിടെ ജിഹാദികൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. അതിന്റെ പരിണത ഫലമാണ് ഇപ്പൊ ഈ കാണുന്നത് എന്നാണ് പ്രാഥമികമായി ഈ വിഷയത്തെ വിലയിരുത്തിക്കൊണ്ട് എനിക്ക് പറയാനുള്ളത്. ടീച്ചർ എന്താണ് കെവിൻജിയോട് ചോദിച്ചത്? ഹൈജാക്ക് ചെയ്തതല്ല ബാബു ചേട്ടാ, ഇവര് തമ്മില് ലയനം നടന്നിട്ടുണ്ട്. ഹൈജാക്ക് എന്ന് പറഞ്ഞാൽ മറ്റവർക്ക് ഇഷ്ടമില്ലാതെ ഇവര് കയറി ഹൈജാക്ക് അല്ല, ഇവര് പരസ്പരം ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. നമ്മളൊക്കെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പോയിട്ടുണ്ട്. അവിടെ എങ്ങും ഇങ്ങനെ മതം പഠിപ്പിക്കുന്നതിന് വേണ്ടിയോ മതം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയോ മതം ശീലിക്കുന്നതിന് വേണ്ടിയോ ഒരു സംവിധാനം ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പൊ നമ്മുടെ ഈ കൊച്ചു കേരളക്കരയിൽ കാണുവാണ് നോമ്പ് തുറയ്ക്കും നഗരസഭ ബാങ്ക് വിളിക്കുന്നത്. വേറെ ഏതെങ്കിലും മതത്തിന് ഈ വിഷയമുണ്ടോ? ഇല്ല. പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിനകത്തു വരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മതവേഷം വേണം. എത്ര മാധ്യമങ്ങൾ ഈ വിഷയം ഹൈലൈറ്റ് ചെയ്ത് വാർത്ത കൊടുത്തു. പാലാ ബിഷപ്പിന്റെ നാവരിയണമെന്ന് പറഞ്ഞു. ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയെറിഞ്ഞപ്പോ സഭാ നേതൃത്വവും അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള ആളുകളും അദ്ദേഹത്തെ മഠയനെന്ന് വിളിച്ച് ഒറ്റുകൊടുത്ത് വേട്ടക്കാർക്ക് കയ്യോ തലയോ നാവോ എന്തു വേണമെങ്കിലും അരിഞ്ഞോളാൻ എറിഞ്ഞിട്ടു. ആ സഭയും അന്നത്തെ ക്രിസ്ത്യാനികളുമല്ല ഇന്ന് ഈ കേരളക്കരയിലെന്ന് പാലാ ബിഷപ്പിന്റെ വിഷയത്തിൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾ തെളിയിച്ചു. അപ്പോ ഇപ്പോ PC ജോർജിനെ പോലെ, പാലാ ബിഷപ്പിനെ പോലെ, ആന്റണി അച്ഛനെ പോലെ, ഒരുപക്ഷെ കാസ കെവിനെ പോലെ, നമ്മളെ പോലെയൊക്കെയുള്ള ആളുകൾ ഈ വിഷയം തുറന്നു പറയുമ്പോൾ നമ്മളെ വർഗീയവാദികളാക്കാൻ ഒരു ഭാഗത്ത് കൊണ്ടുപിടിച്ചൊരു ശ്രമം നടക്കുന്നു. അപ്പോ ഇതൊന്നും നമ്മുടെ നാട്ടിലെ ഇടതനും വലതനും അറിയാതെയല്ല. അവരും ഇവരും തമ്മിൽ നല്ല രൂപത്തിൽ ഒരു ടൈപ്പ് ഉണ്ട്. ഞങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ പറയാതിരുന്നാ മതി, നിങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങളും പറയുന്നില്ല. മുമ്പൊരിക്കല് ഒരു കത്തോലിക്ക സഭയിലെ ഒരു പുരോഹിതനാണ് ആ കോളേജിന്റെ പ്രിൻസിപ്പൾ, ഹൈസ്കൂളാണ്. അവിടെ അവരൊരു മൈമ് കളിച്ചു. അതിൽ കുറച്ച് കുട്ടികള്, കെവിൻ ഓർമ്മയുണ്ടാവും, കെവിനൊക്കെ ആ വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് കുട്ടികൾ പർദ്ദ ധരിച്ചു വന്നു. ഉടനെ ഈ പ്രിൻസിപ്പളിനെ ഇവര് ഘെറാവോ ചെയ്തു. ഇവരെല്ലാവരും കൂടെ കയറി ഭയങ്കരമായ പ്രശ്നം. ഒടുവിൽ ആ പുരോഹിതന് മാപ്പ് പറയേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ അണ്ടറിലുള്ള കുട്ടികൾക്ക് മുമ്പില് അദ്ദേഹം കണ്ണീരോടെ മാപ്പ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മുമ്പിലെത്തിയ ആളുകൾ ആരൊക്കെയാണെന്ന് അറിയാമോ? മുസ്ലിം ലീഗിന്റെ ആളുകളായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഇവര് തമ്മിൽ നല്ല ടൈപ്പ്. ഇപ്പോ സമൂഹ മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുത്തപ്പോ എത്ര പത്രമാധ്യമങ്ങള്, എത്ര ദൃശ്യശ്രവണ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വിഷയം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്? ചെയ്യില്ല. മാഷിദ PV എന്ന കുട്ടിയെ കുറിച്ചിട്ടാണ് ബാബുചേട്ടൻ ഇപ്പൊ പറഞ്ഞത്. ആ കുട്ടിയെയാണ് സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് ആ കുട്ടിക്കേറ്റ ഒരു മെന്റൽ ട്രോമയെ കുറിച്ച് എത്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഈ വിഷയം. അത് സമർത്ഥമായി പഠിച്ചതിന്റെ പേരിൽ അതിനെ വേദിയിലേക്ക് വിളിക്കുവാണ്, ഒരു അവാർഡ് നൽകുന്നതിന് വേണ്ടി. ഒടുവിൽ ആ കുട്ടിയെ നാണിപ്പിച്ച് ഈ നാട് മൊത്തം കേൾക്കത്തക്ക രൂപത്തിൽ അബ്ദുള്ള മുസ്ലിയാർ എന്ന് പറഞ്ഞ ബുദ്ധിക്ക് മണ്ടരി പ്രാപിച്ച ഒരു മനുഷ്യൻ ആ കുട്ടിയെ നാണം കെടുത്തി ഇറക്കി വിട്ടിട്ട് പോലും മുസ്ലിം നേതൃത്വം അനങ്ങിയിട്ടില്ല. കാരണം ഇവർക്ക് ഇങ്ങനെയേ സംസാരിക്കാൻ പറ്റൂ. ഇപ്പൊ തന്നെ SFI ഇതിൽ നിന്നും നിരുപാധികം ഒഴിഞ്ഞു നിൽക്കുന്നു. SFI പറയുന്നു, ഞങ്ങളുടെ പേര് വെറുതെ ഇതിനകത്ത് വലിച്ചഴക്കരുത്, ഞങ്ങൾ ഇതിനകത്തില്ല. ഇപ്പൊ നമ്മുടെ സാന്നിധ്യത്തിലാണ് ഒരു അനീതി നടക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനകത്ത് പ്രതികരിക്കണം. ഇവിടെ ഈ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിനകത്ത്
ഇവർക്ക് നമസ്കരിക്കാൻ പള്ളി വേണം, അതല്ലെങ്കിൽ നമസ്കാര റൂം വേണമെന്ന് പറഞ്ഞവർ 1400 കൊല്ലങ്ങളായി മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പള്ളിപ്രവേശമില്ല. ഇപ്പൊ ഇവർ ഔദാര്യം നൽകുന്നത് പോലെ പിൻവാതിലിലൂടെ മൂത്രമൊഴിക്കാനും മറ്റുമൊക്കെയായിട്ട് സ്ത്രീകൾക്ക് ഒരു സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലും പാടില്ല എന്ന് പറഞ്ഞ് മുസ്ലിം പൗരോഹിത്യം ഇളകിക്കൊണ്ടിരിക്കുക. ഇന്നുവരെ ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീയോ പുരുഷനോ പള്ളിയിൽ ഞങ്ങൾക്ക് കയറണമെന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ചാഞ്ഞ കൊമ്പായതുകൊണ്ട് ചാടിക്കേറാമെന്ന് ഇവര് വിചാരിച്ചു. കാരണം ഇവരെ ഇത്തരം പ്രഹസനങ്ങൾ, ഇത്തരം പ്രതിഷേധങ്ങൾ, ഇത്തരം ആവശ്യങ്ങൾ ഈ നാട്ടിൽ ഇവര് പ്രതിഫലിപ്പിച്ച് വിജയിപ്പിച്ച ചരിത്രമാണ് നമ്മുടെ നാടുകളിലുള്ളത്. ഇനിയിപ്പോ ഹിജാബിന് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിലും ഒരുപക്ഷെ സോഷ്യൽ മീഡിയ സജീവമായിരുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി എഴുതി വെക്കാൻ നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ ഇവർ മതവേഷം ഇവർ അനുവദിക്കും. ഇനിയിപ്പോ ഓപ്പറേഷന് കിടക്കുന്ന മനുഷ്യന്റെ ശരീരത്തിലേക്ക് കത്തി വെക്കുമ്പോഴാണ് ബാങ്ക് വിളിക്കുന്നതെങ്കിൽ ഞാനൊന്ന് പോയി നിസ്കരിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഇവര് പോയാലും ഈ മനുഷ്യൻ മരിച്ചാലും ഇവരെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. ഇപ്പോ സിർക്കംസിഷന്റെ വിഷയം, ചെറിയ കുട്ടികൾ, അപ്പൊ ഇവരെന്ത് ചെയ്യും? ഇവന് കുത്തിയോട്ടമില്ലേ എന്ന് പറഞ്ഞു വരും. എല്ലാ ഹിന്ദുക്കളും കുത്തിയോട്ടക്കാരാണോ അല്ലേ എന്നുള്ള കാര്യം ഇവര് ചിന്തിക്കുന്നില്ല. ഇതിനെ നമ്മുടെ നാട്ടിലെ ഇടതനും വലതനും ശക്തമായ രൂപത്തിൽ മുസ്ലിങ്ങൾക്ക് പിന്തുണ നൽകുന്നുണ്ട്. അവർക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം. കഴിഞ്ഞ വട്ടം ബാബുചേട്ടൻ അറിഞ്ഞോന്ന് എനിക്കറിയില്ല, എനിക്കെതിരെ ഇപ്പൊ നമ്മുടെ മുഹമ്മദ് റിയാസ് ഒരു കേസ് നേരിട്ട് SP വിളിച്ചു പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ SP നേരിട്ട് വിളിച്ചു പറയാ. പിണറായി മന്ത്രിസഭയിൽ ആദ്യമായിട്ടാണത്രേ ഒരു മന്ത്രി നേരിട്ട് ഒരു കേസ് വിളിച്ചു പറയണത്, എന്നെ പൂട്ടണം. എന്താണ് കാരണം? അദ്ദേഹത്തിനെതിരെ ഞാൻ എന്തോ പറഞ്ഞു, 2 മതവിഭാഗങ്ങൾ തമ്മിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഒരു മതം എന്റേതും റിയാസിന്റെതുമാണ്. ഞങ്ങൾ രണ്ടുപേരും ബയോളജിക്കലി മുസ്ലിം മാതാപിതാക്കളുടെ മക്കളാണ്. ഇനി ഒരു മതം ഏതാണ്? കണ്ടോ, എതിർ ശബ്ദങ്ങളെ എന്ത് വില കൊടുത്തും ഇല്ലാതാക്കാൻ ശ്രമിക്കുക. മറിയക്കുട്ടി ചേട്ടത്തിക്ക് വലിയ രൂപത്തിൽ ഒരു രാഷ്ട്രീയ പിന്തുണയുണ്ട്, എനിക്കതില്ല. ഒരു മാധ്യമവും ഈ വിഷയം അടുപ്പുകൂട്ടി ചർച്ച പോലും ചെയ്തിട്ടില്ല. കാരണം ഇവര് മുസ്ലിങ്ങൾക്കെതിരെ ആര് ശബ്ദമുയർത്തുന്നോ അവരെ ഒതുക്കണം. അവർക്ക് ഇപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് എക്സ് മുസ്ലിംസ് അവരാരും ഇപ്പോൾ ശബ്ദിക്കാറില്ല. എന്നോടും പറയുന്നു, നമുക്കിവിടെ ജീവിച്ചു പോണ്ടേ, ഒന്ന് മൈൽഡാക്കിക്കോ. ഇത് ആര് വളം വെച്ച് കൊടുത്തിട്ടാ? നമ്മുടെ നാട്ടിലെ സെക്യുലർ പാർട്ടികളെ പറഞ്ഞാൽ മതി. എന്റെ അഭിപ്രായം അതാണ് കേട്ടോ. ഓക്കെ കെവിൻജി, നമ്മൾക്കറിയാം ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട്, ഒരു ട്രെയിനിലായാലും ഇനി വേണ്ട ഫ്ലൈറ്റിലായാലും അതെല്ലാം കാണുന്നിടത്ത് പൂർണ്ണമായിട്ടും ഈ ഒരു നിസ്കാരം എന്ന് പറയുന്ന ഈ ഒരു കലാപരിപാടി നടത്തുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അതിൽ നമ്മളൊക്കെ അന്ന് കരുതിയത് ഇവർ ഈ ലോകത്തിന് മുൻപിൽ പരിഹാസ്യരാകുകയാണ്, സ്വയം പരിഹാസ്യരാകുകയാണ് എന്ന ഒരു തെറ്റിദ്ധാരണ. ഞാനിപ്പോ അത് ടീച്ചറോട് ഞാൻ ഈ ലൈവ് തുടങ്ങുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞു, സത്യത്തിൽ ഇവർ സമൂഹത്തിന് മുൻപിൽ, ലോകത്തിന് മുൻപിൽ ഇവർ സ്വയം പരിഹാസ്യരാകുകയല്ലേ എന്ന് ചോദിച്ച സമയത്താണ് ടീച്ചർ അതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞു തന്നത്. ഇത് വലിയൊരു ടെസ്റ്റ് ഡോസ് ആണ്. ഇതിൽ ആരൊക്കെ പ്രതികരിക്കും, ആരൊക്കെ പ്രതികരിക്കില്ല, എത്രത്തോളമാണ് ഇതിന്റെ ആഫ്റ്റർ എഫക്ട് വരിക എന്നുള്ള ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ അവർ വിജയിച്ചു കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്നത് എന്ത് എന്നുള്ളത് ടീച്ചർ വിവരിച്ചു. എങ്ങനെയാണ് കാഫയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ തന്നെ ഒരു ക്രൈസ്തവ സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണല്ലോ, അതിൽ ഇരുന്നു കൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ അങ്ങ് നോക്കിക്കാണുന്നത്? ശരിക്കും ഇവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സമസ്ത മേഖലകളിലും സമ്പൂർണമായ ഇസ്ലാമിക വൽക്കരണത്തിനുള്ള ശ്രമങ്ങളാണ്. അപ്പൊ അതിന് ഇവർക്ക് ധൈര്യം പകരുന്നത് ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാടാണ്. ഇപ്പോ ശ്രീ ബാബുജി തന്നെ സൂചിപ്പിച്ചു, ഇപ്പൊ ആ സംഭവം നടന്നിട്ട് 24 മണിക്കൂർ കഴിഞ്ഞു. മൂവാറ്റുപുഴ MLA അല്ലെങ്കിൽ ഭരണ പ്രതിപക്ഷത്തെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളോ ആരെങ്കിലും ആ വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി? മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിൽ നിരവധി ക്രൈസ്തവരായിട്ടുള്ള ഭരണ പ്രതിപക്ഷ നേതാക്കളുണ്ട്. ആരെങ്കിലും അവിടെ സന്ദർശിക്കുകയോ മാനേജ്മെന്റിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയോ ചെയ്തു? ഇല്ല. ഇതാണ് ഇവർക്ക് നൽകുന്ന ധൈര്യം. കാര്യം ഇവര് സംഘടിത ശക്തി ഉപയോഗിച്ച് കയ്യൂക്കിലൂടെ ഭയപ്പെടുത്തി കാര്യങ്ങൾ സാധിക്കാമെന്നുള്ളതാണ്. നമ്മുടെ സാധാരണ നമ്മൾ പഠിക്കുന്ന നമുക്കറിയാം, നമ്മുടെ കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ നമ്മുടെ ഒരു ആവശ്യത്തെ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് അനുവദിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? പ്രിൻസിപ്പളിനെയോ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററെ കരാവോ ചെയ്യുകയാണോ ചെയ്യുന്നത്? അല്ല, ഒരിക്കലുമല്ല. അപ്പൊ നമുക്ക് ആവശ്യം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അതിനെ ഒരു അപേക്ഷ കൊടുക്കുന്നു. ആ അപേക്ഷ നിരസിക്കുകയോ അല്ലെങ്കിൽ അതിലും കർശനമായ നിലപാട് സ്വീകരിക്കുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ കരാവോയോ അല്ലെങ്കിൽ പഠിപ്പ് മുടക്കോ പോലുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഇത്രയും കാലം കണ്ടുവന്നിരുന്നത്. ഇത് ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്?
ആ കോളേജിലെ ബാത്റൂമിനോട് ചേർന്നുള്ള റെസ്റ്റ് റൂം. ആ റെസ്റ്റ് റൂം എന്ന് പറയുന്നത് എല്ലാ വിഭാഗത്തിലെ പെൺകുട്ടികൾക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അവിടെ ഒരു കൂട്ടം വിദ്യാർത്ഥിനികൾ, മുസ്ലിം വിദ്യാർത്ഥിനികൾ നിസ്കരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവരുടെ നിസ്കാരത്തിന് ഭംഗം വരാതിരിക്കാൻ മറ്റു കുട്ടികൾക്ക് അവിടേക്ക് കടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അപ്പൊ ഇത് പാടില്ല എന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ പറയുമ്പോൾ ഇവര് അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തെ പ്രൈവറ്റ് ആയിട്ട് കണ്ട് അപേക്ഷ കൊടുക്കുകയോ മറ്റു കാര്യങ്ങളോ ആണ് ചെയ്യേണ്ടിയിരുന്നത്. അതിനു പകരം തങ്ങളുടെ കൂട്ടത്തിലുള്ള, തങ്ങളുടെ സമുദായത്തിലുള്ള മുസ്ലിം യുവാക്കളെ വിവരം അറിയിക്കുകയും അവര് ഉടൻ തന്നെ ഇവരെയും കൂട്ടിക്കൊണ്ട് സംഘടിതമായി മറ്റ് SFI, KSU പോലുള്ള വിദ്യാർത്ഥി സംഘടനകളെ ഒപ്പം കൂട്ടിക്കൊണ്ട് അവർ പ്രിൻസിപ്പളിനെ ആഹാരം കഴിക്കാൻ പോലും സമ്മതിക്കാതെ കരാമോ ചെയ്യുകയാണ് ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഇവിടെ സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളിൽ വ്യക്തിഗത മാനേജ്മെന്റ് ആണ്. ആ അത്തരം സ്കൂളിൽ ഒരു കെട്ടിടത്തിൽ നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളാണെങ്കിൽ വെഞ്ചരിപ്പ് നടത്താറുണ്ട്, അല്ലെങ്കിൽ ഹൈന്ദവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഗണപതി ഹോമങ്ങൾ നടത്താറുണ്ട്. അത് ഒരേ ഒരു ദിവസത്തേക്ക് ആ കെട്ടിടത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു പുനർനിർമ്മാണം എന്നാണോ നടക്കുന്നത് വരെ ആ ഒരു കാലഘട്ടത്തിലേക്ക് ഒരേ ഒരു പ്രാവശ്യത്തേക്ക് മാത്രം നടത്തുന്ന ഒരു ചടങ്ങാണ് ഗണപതി ഹോമം, അല്ലെ? അപ്പം അത്തരം സ്ഥലത്തേക്ക് മാർച്ച് നടത്തിയവരാണ് ഈ SFIക്കാർ, അല്ലെ? അവിടെ പോയി അതിനെ അലങ്കോലപ്പെടുത്തി അതിന്റെ പൂജാരിയെ മർദ്ദിക്കുകയൊക്കെ ചെയ്ത ആളുകളാണ് ഈ SFIയും DYFI ഒക്കെ, അല്ലെ? ഇതേ ആളുകളാണ് ഇവിടെ ഇപ്പോൾ ഈ നിസ്കാര മുറിക്ക് വേണ്ടിയിട്ട് ഈ ഇസ്ലാമിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവർ ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിൽ പങ്കൊന്നുമില്ല, ഞങ്ങളുടെ പേര് ആരും ദുർവിനിയോഗം ചെയ്യരുത്, ഞങ്ങളുടെ നിലപാടല്ല അതല്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പരസ്യമായിട്ട് ഇതിനൊപ്പം ഒരു പ്രസ്താവന നടത്താത്തത്? ഇവിടുത്തെ മുസ്ലിം പെൺകുട്ടികൾ ഒരു സ്ഥാപനത്തിൽ നിസ്കാരമുറി ആവശ്യപ്പെട്ടിരിക്കുന്നത് ശരിയല്ല, ഞങ്ങൾ മാനേജ്മെന്റിന്റെ മതേതരത്വ നിലപാടിനാണ് പിന്തുണ നൽകുന്നത്. എന്തുകൊണ്ടാണ് SFI അത് അത്തരത്തിലൊരു പ്രസ്താവന അതിനൊപ്പം പുറപ്പെടുവിക്കാതിരുന്നത്? രണ്ടുപേരും അതിനെക്കുറിച്ച് എഴുതാതിരുന്നത് എന്താണ്? എഴുതില്ല. അവർ ആ ധൈര്യത്തിലാണ് പ്രിൻസിപ്പളിനെ കരാവോ ചെയ്യുകയും ഈ ഒരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത് ഇവര് വളരെ ഘട്ടം ഘട്ടമായിട്ട് ആ ഭയപ്പെടുത്തലിലൂടെ കാര്യം നേടിയെടുക്കാമെന്നുള്ളതാണ് ഇവർ കരുതുന്നത്. കാര്യം ഇതേ കോളേജിൽ തന്നെയാണ് ജോസഫ് മാഷ് പഠിപ്പിച്ചിരുന്നത്. ആ അടുത്ത കോളേജിലേക്ക്, ന്യൂമാൻസ് കോളേജിലേക്ക് പോയപ്പോഴാണ് ജോസഫ് മാഷിന്റെ പ്രശ്നമുണ്ടായപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പളിന്റെ മുറിയിൽ ചെന്ന് മതപണ്ഡിതർ ഉൾപ്പെടെയുള്ള ഉസ്താദുമാർ ഉൾപ്പെടെയുള്ളവർ കരാവോ ചെയ്ത് അവരെ ഭീഷണിപ്പെടുത്തി സൈലന്റ് ആക്കിയത്. അപ്പൊ അതേ രീതിയിൽ കാര്യങ്ങൾ നേടിയെടുക്കാമെന്നുള്ളതാണ് ഇവർ കരുതുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി എന്നുള്ളതും ഇതെല്ലാം പൊതുസമൂഹം നോക്കിക്കാണുന്നുള്ളതും ഈ ഇസ്ലാമിസ്റ്റുകളും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഭരണപ്രതിപക്ഷ പാർട്ടികളും മനസ്സിലാക്കുന്നില്ല. അതിന് തിരിച്ചടി ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ നടന്ന ലോക്സഭാ ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു ടെസ്റ്റ് ഹൗസ് മാത്രമാണ്. അതിന്റെ ഒരു മഞ്ഞുമലയുടെ ഒരു ഭാഗം മാത്രമേ ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളൂ, ബാക്കി പുറത്ത് വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിനുള്ള ഓരോ കാര്യങ്ങൾ ഇവർ തന്നെ കണ്ടെത്തൽ. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടൊരു സമൂഹം ഇവിടെ നിൽക്കുന്നുണ്ടെന്നുള്ള ഇവർ കണക്ക് കൂട്ടുന്നില്ല. എന്തെങ്കിലും ഒരു തക്കതായ ഒരു നീതിപൂർവമായ ഒരു ആവശ്യത്തിനാണെങ്കിൽ ഇവർക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യാം. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടെ പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി വിഭാഗമായ കാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തകർ എങ്ങോട്ട് പോയി? അവരെവിടെയാണ് ഇപ്പോൾ ഉള്ളത്? യൂത്ത് ലീഗിലേക്ക് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ അനാഥരായി പോയി. അവർ ചോദിക്കാനും പറയാനും ആരും ഇല്ലാതിരിക്കാനായിട്ട് KM ഷാജിയെ പോലുള്ള ലീഗ് നേതാക്കൾ അവരെ യൂത്ത് ലീഗിലേക്ക് സ്വാഗതം ചെയ്തു. ഈ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ എവിടെയാണ് പോയത്? അവർ ചേക്കേറിയിരിക്കുന്നത് MSF, KSU, SFI പോലുള്ള പ്രസ്ഥാനങ്ങളിലേക്കാണ് ചേക്കേറിയിരിക്കുന്നത്. അതിന്റെയൊക്കെ നേതൃത്വ സ്ഥാനങ്ങളിൽ അവർ എത്തിക്കഴിഞ്ഞു. അവരുടെ അജണ്ടകൾക്കനുസരിച്ചാണ് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ ചലിക്കുന്നത്. കാരണം ഇത്രയും നാളും മതേതരത്വം മുന്നോട്ട് വെച്ചിരുന്ന, നമുക്ക് മതേതരത്വമൊന്നുമല്ല, മതത്തിന്റെ പേരിൽ ഉണ്ടായ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്നാൽ തന്നെയും ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് മുൻപ് വരെ മിതവാദത്തിന്റെ സ്വരമായിരുന്നു മുസ്ലിം ലീഗിൽ നിന്ന് നമ്മൾ കേട്ടിരുന്നത്, അല്ലെ? എന്നാൽ അതിനുശേഷം പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം പല സ്ഥലങ്ങളിലും തങ്ങൾമാരുൾപ്പെടെ പല മീറ്റിങ്ങുകളിലും പങ്കെടുത്തുകൊണ്ടാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പോലെ ഇതിലേക്ക് യൂത്ത് ലീഗിലേക്കും മുസ്ലിം ലീഗിലേക്കും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ മെമ്പർഷിപ്പ് കൊടുത്ത് സ്വീകരിച്ചത്. അത് ഒരു തരത്തിൽ അവർക്ക് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ ആണ്. അവരിലേക്ക് അന്വേഷണം വരാതിരിക്കുവാനും അവർ മറ്റു കേസുകളിൽ പെടാതിരിക്കുവാനും അവർ ഇപ്പോൾ മരം മാറി സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളും
മതേതരത്തിന്റെ വക്താക്കളുമായി മാറി ഇനി അവരെ ദ്രോഹിക്കരുത് എന്ന് അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് അവർ ലീഗിലേക്ക് എടുത്തത്. ആ ലീഗിലേക്ക് അവർ എത്തിപ്പെട്ട ഉടനെ അവരുടെ ശബ്ദത്തിലുണ്ടായ മാറ്റം നമ്മൾ ശ്രദ്ധിച്ചോ? ലീഗിന്റെ ജാഥയിലല്ലേ അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചക്കിട്ട് കത്തിക്കുമെന്ന് മുദ്രാവാക്യം മുഴക്കിയത് അല്ലെ? അപ്പം ആ ലീഗിന്റെ ജാഥയിലുണ്ടായ ആ ശബ്ദത്തിന്റെ മാറ്റം എവിടെ നിന്നാണ്? ലീഗിലേക്ക് എത്തിയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരിൽ നിന്നാണ് ആ ധൈര്യം അവർക്കുണ്ടായിരിക്കുന്നത്. അതേ ധൈര്യം തന്നെയാണ് ഈ MSF ഇപ്പോൾ ഒരു നിസ്സാരമായ ഒരു ആവശ്യത്തിന് വേണ്ടി മറ്റു മാർഗങ്ങൾ, ജനാധിപത്യപരമായ മറ്റു മാർഗങ്ങൾ ഉപയോഗിക്കുന്നതിന് മുൻപായി ഒരു പ്രിൻസിപ്പളിനെ മറ്റു സ്റ്റാഫുകൾ ആ റൂമിലേക്ക് കടക്കുന്നതും അദ്ദേഹത്തിന് ജലപാനം പോലും കഴിക്കുന്നതൊന്നും തടഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അതിക്രൂരമായി കരാവോ ചെയ്തത് ആ ഒരു ധൈര്യത്തിലാണ്. അതിന്റെ അവർക്ക് കൊടുക്കുന്ന മറ്റൊരു ധൈര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രതിപക്ഷങ്ങളുടെ സപ്പോർട്ടാണ്, നിശബ്ദമായ സപ്പോർട്ടാണ്. ഇത്രയും വിഷയം ഉണ്ടായിട്ട് വെള്ളനാടനോ അല്ലെങ്കിൽ ഡീൻ കുര്യാക്കോസോ, അവിടുത്തെ MP ആയിട്ടുള്ള ഡീൻ കുര്യാക്കോസോ, അത് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന ആണ് ഈ നിർമ്മല കോളേജ്, ഡീൻ കുര്യാക്കോസ് ഇവിടുന്ന് 3200 കിലോമീറ്റർ അകലെയുള്ള മണിപ്പൂരിലെ ക്രിസ്ത്യാനികളുടെ ക്ഷേമം അന്വേഷിക്കാനായിട്ട് അദ്ദേഹം മണിപ്പൂർ വരെ പോയതാണ് അല്ലെ? ആ വ്യക്തി ഇപ്പം 30 മണിക്കൂറുകൾ കഴിയുന്നു അവിടെ ഒന്ന് സന്ദർശിച്ച് അതിന്റെ വിവരങ്ങൾ ആരായുകയോ മാനേജ്മെന്റിന്റെ ഒരു പിന്തുണ പ്രഖ്യാപിക്കുകയോ ചെയ്തു. ഇതേ ഡീൻ കുര്യാക്കോസിന്റെ വീട്ടിൽ നിന്നും ഏകദേശം 115 കിലോമീറ്ററേ ഉള്ളൂ കാഞ്ഞിരപ്പള്ളി അമൽ ജ്യോതി കോളേജിലേക്ക്. അവിടെ ആ കോളേജ് അടിച്ചു തകർക്കുകയും 10 ദിവസത്തോളം അവിടെ അധ്യാപനം നടക്കാതെ വരികയും ഈ മണിപ്പൂരിലേക്ക് പോയ ഡീൻ കുര്യാക്കോസോ അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് ഡീൻ കുര്യാക്കോസിനോടൊപ്പം പോയ IB ഈഡനോ അവിടെ ഒന്ന് സന്ദർശിച്ചില്ല. അപ്പോൾ ക്രിസ്ത്യാനികളെ ഈ പലതരം ഗിമ്മിക്കുകൾ കാണിച്ചുകൊണ്ട് പൊട്ടന്മാരാക്കിക്കൊണ്ട് ഒരു അടിമ വോട്ട് ബാങ്ക് ആക്കി നിലനിർത്തിക്കൊണ്ട് ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമിന് വളരുവാനുള്ള എല്ലാവിധ സാഹചര്യവുമാണ് ഇവർ ഒപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ എന്തായാലും ഇപ്പം മതേതര പൊതുസമൂഹത്തിന്റെ നിലപാട് എന്ന് പറയുന്നത് ആ ഒരു നിസ്കാര മുറി എന്നുള്ളത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് നിർമ്മല കോളേജിൽ മാത്രമല്ല, കേരളത്തിലെ ഒരു ഹൈന്ദവ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനത്തിലും നിസ്കരിക്കാനുള്ള അനുമതി, നിസ്കരിക്കാനുള്ള മുറി ഒരു കാരണവശാലും നൽകുവാൻ പാടില്ല. കാര്യം ഇത്തരക്കാരെ നിസ്കാര മുറി കൊണ്ട് കൊടുത്താൽ അതിൽ ഒതുങ്ങുന്നവരല്ല. ഇപ്പോൾ നിസ്കാര മുറി അനുവദിച്ചു കൊടുത്താൽ ഇപ്പോൾ അവിടെ യൂണിഫോം ഉണ്ട്, നാളെ ആ പെൺകുട്ടികൾ ഹിജാബ് ധരിച്ചുകൊണ്ട് വരും, അത് അനുവദിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അത് കഴിയുമ്പോൾ അവർ ക്ലാസ് റൂമിൽ അവർ ഒന്നിച്ചിട്ട് പ്രത്യേക ബ്ലോക്കായിട്ടിരിക്കാൻ തുടങ്ങും. പിന്നെ അവിടെ ഹലാൽ ഭക്ഷണം കഴിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അത് വിലക്കേണ്ടതായിട്ട് വരും. ഈ നിസ്കരിക്കാൻ മുറി കൊടുക്കുമ്പോൾ പിന്നീട് അവിടെ സംഭവിക്കാൻ പോകുന്നത് അവിടുത്തെ കോളേജിന്റെ മൈക്കിലൂടെ ബാങ്ക് വിളിക്കും. അപ്പൊ ഇതെല്ലാം അവിടെ സംഭവിക്കും. കാര്യം ഇവര് നിസ്കാര മുറിയിൽ മാത്രം ഒതുങ്ങുന്ന ആൾക്കാരല്ല. അപ്പോൾ ഇവരുടെ പ്രശ്നം നിസ്കാരമാണ്, ഇവരുടെ വിശ്വാസമാണ് ഇവരുടെ പ്രശ്നമെങ്കിൽ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ വേണ്ടി നവോത്ഥാനം മുതൽ കിട്ടിയ ആൾക്കാരല്ലേ കൂടെ ഉള്ളത്? എന്തുകൊണ്ടാണ് ആ കോളേജിന് മുന്നിലുള്ള ആ മസ്ജിദിലേക്ക് ഇവർക്ക് മാർച്ച് നടത്താൻ സാധിക്കാത്തത്? ഒരു പ്രത്യേക ബ്ലോക്കായിട്ട് പെൺകുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടാക്കി കൊടുത്താൽ പോരെ? പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ അപ്പുറത്ത് നിസ്കരിക്കുന്നു പറയുമ്പോൾ ഇപ്പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിന് മനചാഞ്ചല്യം ഉണ്ടാകാൻ അത്രയ്ക്ക് ദുർബലരാണോ ഇവര്? അല്ലല്ലോ. ഇവിടെ ഭാരതത്തിലെ സ്ത്രീകൾ തന്നെ ബഹിരാകാശത്ത് പോയിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോഴും ഇവിടുത്തെ സ്ത്രീകൾക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്ന് പറയുന്ന ഇസ്ലാം മതത്തിലെ സ്ത്രീകൾക്ക് ഇപ്പോഴും പള്ളിയുടെ കോമ്പൗണ്ടിൽ പോലും കയറാനുള്ള അനുമതിയില്ല. അപ്പോൾ സ്വന്തം കൂടെ പഠിക്കുന്ന സഹപാഠികൾക്ക് ആ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ സാധിക്കുമ്പോൾ ഈ പെൺകുട്ടികൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഇവർ സമരം നടത്തേണ്ടത് നിർമ്മല കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസ് റൂമിന് മുന്നിലല്ല, മറിച്ച് ആ മഹല്ല് കമ്മിറ്റിക്ക് മുന്നിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ആവശ്യങ്ങൾ ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് വ്യക്തിപരമായും സംഘടനാപരമായും ഞങ്ങളുടെ നിലപാട്. സാർ, നമ്മൾക്കറിയാം ഇതിപ്പോൾ പ്രതിഷേധിക്കുന്ന ആളുകളെ അതിന് മുസ്ലിം നാമധാരിയാണെങ്കിൽ മുസംഗി എന്ന പേരിൽ ചാർത്തപ്പെടുക. അപ്പൊ ജാമിദ ടീച്ചറൊക്കെ മുസംഗിയിൽ പെട്ടതാണ്. ഇനി കെവിൻ പീറ്റേഴ്സ് അദ്ദേഹത്തിന്റെ പോലെയുള്ള ക്രിസ്ത്യാനികളാണെങ്കിൽ ക്രിസംഗി, ഇനി ഹിന്ദുസ് ആണെങ്കിൽ അങ്ങേ പോലെ എന്നെ പോലെയുള്ള ആളുകളാണെങ്കിൽ ചാണക സംഖ്യകൾ, ഈ 3 രീതിയിലേക്ക് അങ്ങോട്ട് നാമകരണം ചെയ്തുകൊണ്ട് ഇത് സംഖ്യകളുടെ മാത്രം പ്രശ്നമാണ് എന്ന രീതിയിലേക്ക് മാറ്റുക. അതിന് മതേതരത്വം എന്നുള്ള ആ ഒരു ലേബൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പുട്ടിന് പീരീഡ് പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേർക്കുക. ഇത്തരത്തിൽ
ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധത്തെ, ഈ പ്രതികരണത്തെയൊക്കെ ലളിതവൽക്കരിക്കുന്ന ഈ സിസ്റ്റം എത്രത്തോളമാണ് അപകടകരമാവുക എന്നുള്ളത്. മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, രണ്ട് ചോദ്യം ഒന്നിച്ച് ചേർക്കുകയാണ്. ഇപ്പോ നമുക്കറിയാം, മൈക്രോ സൈറ്റുകൾ എന്ന രീതിയിൽ ഇസ്ലാമിന്റെ ചരിത്രം പഠിപ്പിക്കാൻ വേണ്ടി ഈ പറയുന്ന മുഹമ്മദ് റിയാസ് തന്നെ മുന്നിട്ടിറങ്ങിയിരിക്കുന്ന ആ ഒരു സംഭവം നമുക്കറിയാം. ഞാനടക്കമുള്ള, നമ്മളെ അടക്കം, എല്ലാവരും അടക്കമുള്ള, നമ്മളെ കാണുന്ന മാന്യ പ്രേക്ഷകരടക്കമുള്ള ആളുകൾ അടയ്ക്കുന്ന നികുതി കാശ് എടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ ചരിത്രം പഠിപ്പിക്കുക. എന്ത് ചരിത്രമാണ് പഠിപ്പിക്കുക എന്ന് നമ്മൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ 1921 ആ ചരിത്രം മാത്രം ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മാത്രം മതി. ഇനി 1921 കുറിച്ച് പറഞ്ഞത് കൊണ്ട് ജസ്റ്റ് സൂചിപ്പിക്കുകയാണ്, ഞാൻ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ സ്വദേശിയാണ്. ഞാൻ എന്റെ വീടിന്റെ അവിടെ നിന്ന്, ഞാൻ ഇപ്പോൾ തൃശ്ശൂരാണെങ്കിൽ പോലും എന്റെ വീടിന്റെ അവിടെ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ അപ്പുറമാണ് ചോക്കാട്. അത് ശവക്കാട് എന്നായിരുന്നു പണ്ട്. ഈ 1921 ഹിന്ദുക്കളെ വെട്ടിക്കൂട്ടിയ സ്ഥലമായിരുന്നു ശവക്കാട്. അത് ലോപിച്ച് പിന്നീട് ചോക്കാടായി മാറി. ഈ ചോക്കാട് വാരിയംകുന്നൻ ഈ ചങ്ങാതിയുടെ രണ്ടാമത്തെ സ്മാരകം വരുന്നത് മലപ്പുറത്തിന്റെ തിരുഹൃദയത്തിൽ ഒരു സ്മാരകം ഉണ്ട് എന്നുള്ളത് ബാബുസാറിനും അറിയാം. ഇത്തരത്തിൽ ഓരോ ഹിന്ദുവിന്റെയും ഓരോ ക്രിസ്ത്യാനിയുടെയും ഓരോ മുസ്ലിമിന്റെയും സമാസമത്തിലുള്ള വാങ്ങുന്ന ആ ഒരു നികുതി പണം എടുത്തുകൊണ്ട് ഇത്തരത്തിൽ ചെയ്യുക, അത്തരത്തിൽ എത്രത്തോളം ഭീകരമായിരിക്കും ഇനി വരാനിരിക്കുന്ന നാളുകൾ. ഇത് വെറും ഒരു മുസംഗിയിലോ ക്രിസംഗിയിലോ അതല്ലെങ്കിൽ ചാണക സംഖ്യ എന്ന് പറയുന്ന ഈ പേരുകളിൽ മാത്രം അടിച്ചമർത്തപ്പെടേണ്ട ഒന്നാണ്. അല്ല, ഇത്തരം ആരോപണങ്ങള് ഒരു 10-30 വർഷങ്ങൾക്ക് മുൻപ് കാശ്മീരിനെ കുറിച്ച് പറഞ്ഞിരുന്നത് കാശ്മീരിലെ സംഘ നേതൃത്വങ്ങൾക്കെതിരെ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണമാണ്. ഇന്ന് കാശ്മീരിനെ സംബന്ധിച്ച് എന്താണ് അതിനുശേഷം നടന്നത് എന്നുള്ളതൊക്കെ നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അന്ന് കാശ്മീരിൽ നടന്നതിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഇതേ ആരോപണം, വർഗീയവാദം പറയുകയാണ് നിങ്ങൾ, ഈ ഇസ്ലാമോ ഫോബിയാണ് നിങ്ങൾക്ക്, കാശ്മീരിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല, സമാധാനത്തിന്റെ മതമാണ് ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ആ കാശ്മീരിൽ പിന്നീട് നടന്നത് എന്താണ്, നടന്ന വംശഹത്യ എന്താണ്, നടന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇതേ കാര്യം തന്നെ ഇപ്പോ കേരളത്തിൽ നടക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നവരെ അന്ന് കാശ്മീരിലെ ആളുകൾക്കെതിരെ ഉന്നയിച്ച അതേ ആരോപണം വ്യത്യസ്ത രീതിയിലൂടെ ഉന്നയിക്കുന്നു. വസ്തുത എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ വസ്തുത സാമാന്യ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട് എന്നുള്ളതിന്റെ ഉദാഹരണമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബൂത്ത് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ വരെ ഇത്തവണ വോട്ട് മാറ്റി ചെയ്തു എന്ന സാഹചര്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നോക്കുന്നത്, അന്വേഷിക്കുന്നത്? ഞങ്ങളുടെ വോട്ട് എങ്ങോട്ട്, BJPക്ക് എങ്ങനെ ചോർന്നുപോയി എന്നാണ്. തങ്ങളുടെ വോട്ട് ചോർന്ന് എന്ന യാഥാർത്ഥ്യം ഇപ്പം മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ വോട്ട് മാറ്റി ചെയ്തത്. പാലസ്തീൻ വിഷയം ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹിജാബിന്റെ വിഷയത്തെ പിന്തുണച്ചുകൊണ്ട് ഒക്കെ മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിച്ച് ശരീഅത്തിന് അനുകൂലമായി നിലകൊണ്ടുകൊണ്ട് മുത്തലാഖിനെ പിന്തുണച്ചുകൊണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ വളരെ വലിയ പ്രചണ്ഡമായ പ്രചരണം കൊണ്ട് മുസ്ലിം സമുദായം മുഴുവൻ കൂടെ നിൽക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ആ മുസ്ലിം സമുദായം കൂടെ നിന്നില്ല എന്ന് മാത്രമല്ല, കൂടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ തിരിഞ്ഞുകടിച്ചില്ലേ. ഹിന്ദുക്കൾ തിരിഞ്ഞുകടിച്ചു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് അത്. തൃശ്ശൂര്, ആലത്തൂര്, ആറ്റിങ്ങല്, ആലപ്പുഴ തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങളിൽ മുഴുവൻ ആരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ വോട്ട് ചെയ്തത്? മുസ്ലിങ്ങളും അല്ല. അവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ വോട്ട് ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവികൾ തന്നെയാണ്. അപ്പൊ അതെങ്ങനെ വോട്ട് നഷ്ടപ്പെട്ടു? അതെല്ലാം ഈ തരം പ്രീണന രാഷ്ട്രീയം അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ്. യാതൊരു സംശയം വേണ്ട കാര്യത്തിൽ, യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് ഇത്തരം നടപടിക്രമങ്ങളിലൂടെ ഒക്കെ ജനങ്ങളുടെ ഉള്ളിൽ നമ്മളെ മുസംഗി എന്നോ ക്രിസംഗി എന്നോ ചാണക സംഖ്യ എന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും ശരി, ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ജനങ്ങൾ തീർത്തും അവരെയൊക്കെ മണ്ടന്മാരാക്കാം, എക്കാലത്തെയും അവരെ മണ്ടന്മാരാക്കാം എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റുപറ്റി എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അവർക്ക് തെറ്റുപറ്റി. ഇവിടെ നമുക്കറിയാം, ഇപ്പൊ ഇവിടെ ജാമിദ ടീച്ചർ കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞു. ഇപ്പോ ഒരു 30% ജനസംഖ്യ മുസ്ലിം ജനസംഖ്യ ആയാൽ ആ നാട്ടിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് മുഴുവൻ അത്തരം ഉദാഹരണങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിൽ ഇപ്പൊ 30% മുസ്ലിങ്ങളുണ്ട്. പുതിയ സെൻസസ് അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ റിപ്പോർട്ട് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം 30-35% ഇടയ്ക്ക് കേരളത്തിൽ മുസ്ലിം ജനസംഖ്യയുണ്ട്. 35% ആയി കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിക നിയമപ്രകാരമായിരിക്കും അവിടുത്തെ ഭരണ സംവിധാനങ്ങൾ ചലിക്കേണ്ടി വരിക എന്നുള്ളതിന്റെ ലക്ഷണമാണ് ഇപ്പൊ ഈ കാണുന്നത് മുഴുവൻ. അതുകൊണ്ടാണ് സർക്കാരിന്റെ മതേതര നിലപാടുകൾ അട്ടിമറിക്കപ്പെടുന്നത്.
മതേതര സമീപനങ്ങൾ അട്ടിമറിക്കപ്പെടുന്നത്. കാരണം ഇസ്ലാമിക നിയമം മാത്രമേ ഇവിടെ നടപ്പാകാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇസ്ലാമിക നിയമത്തിനനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. തെരഞ്ഞെടുപ്പ് പോലും വെള്ളിയാഴ്ച മാറ്റിവെക്കണം എന്ന ആവശ്യം ഉയർന്നത് കേരളത്തിൽ നിന്ന് മാത്രമാണ്. മുഴുവൻ ഭാരതത്തിൽ നിന്ന് ഈ ആവശ്യം ഉന്നയിക്കപ്പെട്ടില്ല. കേരളത്തിൽ നിന്ന് മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഇപ്പോ മലപ്പുറം ജില്ല 70% മുസ്ലിങ്ങളുള്ള ഒരു ജില്ലയാണ്. എന്താണ് മലപ്പുറം ജില്ലയിലെ അവിടുത്തെ ഇസ്ലാമിക സങ്കല്പത്തിന് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും നടപടിക്രമങ്ങളോട്? ഇപ്പോ എഴുത്തച്ഛന്റെ പ്രതിമ, നമ്മൾ എത്രയോ കാലമായിട്ട് എഴുത്തച്ഛന്റെ പ്രതിമയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. രാമായണ മാസമല്ലേ, മതേതരത്വമല്ലേ, പുരോഗമനമല്ലേ, ഭാഷാപിതാവല്ലേ? എന്തേ എഴുത്തച്ഛന്റെ ഒരു പ്രതിമ സ്ഥാപിക്കാനായിട്ട് ഇപ്പോഴും ഹിന്ദുക്കൾക്ക് അവിടെ സമരം ചെയ്യേണ്ടി വരുന്നു? അപ്പൊ പ്രതിമ എന്ന സങ്കല്പം അത് ഇസ്ലാമിക വിരുദ്ധമാണ്. അതുകൊണ്ടാണ് രാജാ സ്കൂളില് സ്ഥാപിച്ച OV വിജയന്റെ പ്രതിമ തല്ലി തകർന്നത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ കൊണ്ടോട്ടിയില് നഗരസഭയുടെ അംഗനവാടി ഉദ്ഘാടന ചടങ്ങ് നടത്തി. അവിടെ നമ്മളെല്ലാവരും കണ്ടതാണല്ലോ. ആ അംഗനവാടി ചടങ്ങിൽ ലാ ഇലാഹ ഇല്ലല്ല എന്ന, അതായത് ഞാൻ മനസ്സിലാക്കുന്നത് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്നാണ്. ജാമിദ ടീച്ചർ അത് തെറ്റാണെങ്കിൽ തിരുത്താം. അപ്പോ അങ്ങനെ നമ്മള് പ്രാർത്ഥനകൾ ചൊല്ലാറുണ്ട് ചടങ്ങുകളിൽ, പൊതുചടങ്ങുകളിൽ. ഈശ്വര പ്രാർത്ഥന തന്നെ ചൊല്ലണം എന്നില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞ് നാക്ക് എടുത്തിട്ടില്ല. ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഈശ്വര പ്രാർത്ഥന ചൊല്ലുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്നൊന്നും ആരോടും പറയരുത്, ഈശ്വര പ്രാർത്ഥന തന്നെ വേണമെന്നില്ല എന്നൊക്കെ പിണറായി വിജയന്റെ തിട്ടൂരം ഇറങ്ങിയത്. ആ പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിൽ കൊണ്ടോട്ടി നഗരസഭയ്ക്ക് കീഴിലുള്ള അംഗൻവാടിയിലെ പ്രാർത്ഥന അവിടെ ഹിന്ദു സ്ത്രീകളെ കൊണ്ട് വരെ ചൊല്ലിച്ചത് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രാർത്ഥന സർക്കാരിന്റെ സംവിധാനത്തിൽ തന്നെ നടക്കുകയാണ്. അങ്ങനെ ഒരു സംവിധാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. സെക്രട്ടേറിയറ്റ് നടയില് തീർത്തും മതേതരമായി നടക്കുന്ന ഒരു ചടങ്ങായിരുന്നു ഓണാഘോഷ പരിപാടി. ഓണാഘോഷത്തിൽ ഒരു മതചടങ്ങും ഇല്ല. പൂക്കളം ഇടുക, പായസം വിതരണം ചെയ്യുക, സദ്യ കൊടുക്കുക എന്നല്ലാതെ, അവിടെ കുറച്ച് കലാപരിപാടി നടത്തുക എന്നല്ലാതെ ഒരു മതത്തിന്റെയും ഒരു ആചാരവും ഈ ഓണാഘോഷ പരിപാടിയായിട്ട് ഒരു ക്ലബിലും ഒരു സർക്കാർ സ്ഥാപനങ്ങളിലും നടക്കാറില്ല. പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്തത് എന്തായിരുന്നു? സർക്കാർ സെക്രട്ടേറിയറ്റിലെ ഓണാഘോഷ പരിപാടി മുഴുവൻ റദ്ദാക്കി. സർക്കാരിന്റെ ഓണാഘോഷ പരിപാടി മുഴുവൻ റദ്ദാക്കിയ അതേ പിണറായി വിജയന്റെ സർക്കാരിന്റെ കീഴിലുള്ള സ്കൂളുകളിൽ അതേപോലെ ഇപ്പോഴും വെള്ളിയാഴ്ച പരീക്ഷ നടക്കാൻ പാടില്ല, അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ പാടില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ്, ആ ഇരട്ടത്താപ്പ് വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, കെവിൻ പീറ്റർ സൂചിപ്പിച്ചു. ശരിയാണ്, കേരളത്തിൽ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അത് നടക്കുന്നത് കേവലം യാദൃശ്ചികമല്ല, വളരെ പർപ്പസ്ഫുൾ ആയിട്ടാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു അതിന്റെ രാഷ്ട്രീയ മാനം എന്താണ് എന്നതിനെ കുറിച്ച് പറഞ്ഞു. അത് രാഷ്ട്രീയ മാനം മാത്രമല്ല, വലിയ തോതിൽ നമ്മുടെ ലോകത്ത് ഇപ്പൊ ഹാഗിയ സോഫിയ ക്രിസ്ത്യൻ പള്ളിയാണ്. ആ ക്രിസ്ത്യൻ പള്ളി തുർക്കിയിലെ മുസ്ലിം പള്ളിയാക്കി മാറ്റി മുസ്ലിം രാജാവ് മോർഗന്റെ നേതൃത്വത്തിൽ അത് ആക്കി. വീണ്ടും ഒരു പള്ളിയല്ല, പല പള്ളികളും അവിടെ മുസ്ലിം പള്ളിയാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ലോകത്ത് ആകമാനം ഇസ്ലാമിന്റെ ആധിപത്യത്തിന് കീഴിൽ കൊണ്ടുവരിക, ഇസ്ലാം എന്നൊരൊറ്റ മതത്തിന് കീഴിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷണത്തിന്റെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് എവിടെയൊക്കെയാണോ അവർക്ക് സ്വാധീനം ചെലുത്താൻ പറ്റുന്നത് അവിടെയൊക്കെ അവരുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആധിപത്യം ചെലുത്തുക എന്നുള്ളത് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ നടക്കുന്ന ഇതിനെ വെറുതെ ഇതിന് യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ മത നേതൃത്വത്തോട് ഉത്തരവാദികളാണ് എന്ന് ഞാൻ ആരോപിക്കുകയാണ്. അതിന്റെ കാരണം നമുക്കറിയാം. ജോസഫ് സാറിന്റെ കൈവെട്ടിയപ്പോൾ നടന്നത് എന്തായിരുന്നു? ആ ജോസഫ് സാറിനെ ചേർത്ത് പിടിക്കാൻ, നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ, ആശ്വസിപ്പിക്കാൻ മത നേതൃത്വം തയ്യാറായില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ തള്ളി പറഞ്ഞു. അതോടെ ഇവിടുത്തെ മതമൗലികവാദികൾക്ക്, മത തീവ്രവാദികൾക്ക് ഒരു ലൈസൻസ് ആവുകയായിരുന്നു. ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്ക് നേരെ അക്രമം നടത്താനുള്ള ലൈസൻസ് കൊടുക്കുകയാണ് ചെയ്തത് ഇവിടുത്തെ മത നേതൃത്വം. എന്തൊരു അന്യായവും അക്രമമാണ് ചെയ്തത് നോക്കൂ. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ആത്മഹത്യക്ക് ഉത്തരവാദിത്വം ഞാൻ ഇവിടുത്തെ ക്രൈസ്തവ സഭാ നേതൃത്വത്തിനാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാനാവോ? ഞാനിത് അവരുടെ സഭയുടെ സന്നിധാനത്ത് പോയിട്ട് അവര് നടത്തിയ സെമിനാറിൽ പോയി അവരുടെ മുഖത്ത് നോക്കി, ഫാദർ അടപ്പൂരിന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ, നിങ്ങളാണ് ആ കുടുംബത്തിന്റെ നാശത്തിന് കാരണം എന്ന് ഞാൻ പറഞ്ഞതാണ്. എന്ന് മാത്രമല്ല, ഞാനൊരു ശാപവും കൂടി നൽകിയിട്ടാ പോകുന്നത്. 7 തലമുറകൾക്ക്, നിങ്ങളുടെ 7 തലമുറകൾക്ക് ഗതി പിടിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. ഫാദർ അടപ്പൂര് അത് ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ സംസാരിച്ചത് ഒരു ക്രൈസ്തവ സ്ഥാപനത്തിൽ തന്നെയാണ്, ഞാൻ പേര് പറയുന്നില്ല ഏതായാലും. അപ്പോ ഇത് പറയാൻ കാരണം
അത്രമാത്രം മത തീവ്രവാദത്തോട് സന്ധി ചെയ്യുകയാണ്. സന്ധി ചെയ്യാനുള്ള കാരണം എന്താണ്? അന്ന് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴയില് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത ഒരാളാണ് ഞാൻ, ഈ കൈവെട്ടിന് എതിരായിട്ട്. അന്ന് അവിടെ ഒരു സെമിനാർ നടത്താൻ ഞങ്ങൾ തയ്യാറായി. ആ സെമിനാറുമായി ബന്ധപ്പെട്ടൊക്കെ ക്രൈസ്തവ സഭയുടെ സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ട് പാലാ മെത്രാനെയും ചങ്ങനാശ്ശേരി ബിഷപ്പ് ഹൗസിലും ഒക്കെ കോൺടാക്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ മറുപടി, ഞങ്ങൾക്ക് ഇത്രയും പരസ്യമായിട്ട് ഈ വിഷയത്തിൽ രംഗത്ത് വരാൻ ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് എന്നായിരുന്നു. നോക്കൂ, സ്ഥാപനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി ഒരു മതവിഭാഗത്തിന്റെ അല്ലെങ്കിൽ ആ മതത്തിലെ വിശ്വാസികളെ ബലി കൊടുക്കുന്ന ഒരു സമീപനം, അത് ആർക്ക് വളമായി തീർന്നു? തീവ്രവാദികൾക്ക് വളമായി തീർന്നു. അതുകൊണ്ടാണ് ഞാൻ പറയും, തീവ്രവാദികൾ ഈ ക്രൈസ്തവ സംഘടനകളെയും സ്ഥാപനങ്ങളെയും ലക്ഷ്യം വെക്കുന്നത്, അതിന്റെ ഉത്തരവാദികൾ ക്രൈസ്തവ മത നേതൃത്വമാണ്. അവർ ചിന്തിക്കണം, അവരവരുടെ നയം മാറ്റാൻ തയ്യാറാവണം, അവര് വസ്തുതകൾ തിരിച്ചറിയാൻ തയ്യാറാവണം. ചില സത്യങ്ങൾ അവർ പറയാൻ തയ്യാറായിട്ടുണ്ട്. തീർച്ചയായിട്ടും നെക്കോട്ടിക് ജിഹാദിനെ കുറിച്ച്, ലവ് ജിഹാദിനെ കുറിച്ച് ഒക്കെ പരസ്യമായിട്ട് രംഗത്ത് വന്നു. അതേപോലെ ഈ മുസ്ലിം സമൂഹം കൂടുതലായിട്ട് ആനുകൂല്യങ്ങൾ അവരുടെ തട്ടിയെടുക്കുന്നതിനെതിരായിട്ടുള്ള പ്രസ്താവനകളുമായിട്ട് ഒരുപാട് മതനേതാക്കന്മാർ രംഗത്ത് വന്നിട്ടുണ്ട്. സ്വാഗതാർഹമാണ്. പക്ഷെ ഇപ്പോഴും അതിൽ ചിലരൊക്കെ ഇപ്പോഴും പഴയ വാദത്തിൽ തന്നെ അടിയുറച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതും കാണാതെ പോകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് കേരളം അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നങ്ങളുടെ മൊത്തത്തിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, കേരളമാണ് പാകപ്പെട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനം. ഈ ഇസ്ലാമിന്റെ അജണ്ട നടപ്പാക്കാൻ പാകപ്പെട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് ഇന്ന് അവർ കാണുന്നത് കേരളമാണ്. ഇവിടെ ബോംബ് സ്ഫോടനങ്ങൾ ഒരുപക്ഷെ ഉണ്ടാവില്ല. കാരണം സ്വന്തം താവളത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ ആരും തയ്യാറാവില്ല. അപ്പോ തങ്ങളുടെ സുരക്ഷിതമായ താവളമാണ് കേരളം എന്നും കേരളം തങ്ങൾക്ക് പാകപ്പെട്ടിരിക്കുന്നു എന്നും മനസ്സിലാക്കിക്കൊണ്ട് ഈ മത നേതൃത്വം ഓരോ അജണ്ടകൾ തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ ഇവിടുത്തെ മറ്റ് ഹൈന്ദവ സംഘടനകൾ, ക്രിസ്ത്യൻ സംഘടനകൾ ഈ നാട്ടിൽ മതേതരത്വം നിലനിൽക്കണം, മതസ്വാതന്ത്ര്യം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിൽ നിരീശ്വരവാദികൾ അടക്കം, അതിൽ മതമില്ലാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരടക്കം ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. അതായത് മതസ്വാതന്ത്ര്യത്തിന്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്, മതേതരത്വത്തിന്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് യാതൊരു സംശയവും വേണ്ട, ഭാരതത്തിന്റെ നിലനിൽക്കുന്ന ഈ ഒരു സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനം നമ്മുടെ നാടിന്റെ സംസ്കാരമാണ്, നമ്മുടെ നാടിന്റെ ധർമ്മമാണ്. അതിനെ തകർത്തുകൊണ്ട് ഈ തരത്തിലുള്ള മതമേധാവിത്വം, ഇസ്ലാമിക മതമേധാവിത്വം കേരളത്തിൽ ഉണ്ടായാൽ ആദ്യം വെല്ലുവിളിക്കപ്പെടേണ്ടി വരുന്നത് ഈ നാട്ടിലെ സ്വാതന്ത്ര്യമായിരിക്കും. നമുക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, നമുക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം, നമ്മുടെ ജനാധിപത്യ അവകാശം, പൗരാവകാശം മുഴുവൻ വെല്ലുവിളിക്കപ്പെടേണ്ടി വരുന്നത് ഈ ഇസ്ലാമിക അധിനിവേശത്തിന് കീഴിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. അത് മനസ്സിലാക്കാതിട്ടല്ല ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക്. പക്ഷേ താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി അവരുടെയൊക്കെ മക്കൾ ഇവിടെ ഒന്നുമല്ല പഠിക്കുന്നത്. ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കളൊക്കെ വിദേശത്ത്, അതേപോലെ അവരൊക്കെ വലിയ തോതിൽ സമ്പാദിച്ച്, അവരൊക്കെ സമയം വന്നാൽ അവർ കേരളം വിട്ടു പോകും. ഞാൻ സംശയം വേണ്ട. നമ്മൾ കുറെ ആൾക്കാർ മാത്രമേ കേരളത്തിൽ ഉണ്ടാവൂ. ഇവരുടെ ഒക്കെ ഈ ഹണ്ടിങ് നേരിട്ടുകൊണ്ട് ഇവരുടെ വല്ല അക്രമം സഹിക്കാൻ വിധിക്കപ്പെട്ടവരായിട്ട് കേരളത്തിൽ കുറെ ആൾക്കാർ നമ്മളുണ്ടാവും. ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാര്, അത് ഇടതാകട്ടെ വലതാകട്ടെ, അവരൊക്കെ മിക്കവാറും സ്വിസ് ബാങ്കിലോ അതേപോലെ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലൊക്കെ ഏക്കർ കണക്കിന് ഭൂമി വാങ്ങി സുരക്ഷിതമായ താവളം ഒരുക്കിയിട്ട് അവര് ചുളുവിൽ അങ്ങോട്ടേക്ക് പോകും, കേരളത്തോട് ഗുഡ് ബൈ പറയും. ഭരിക്കാവുന്ന സന്ദർഭങ്ങളിൽ അത്രത്തോളം ഭരിക്കാനും സൗകര്യങ്ങൾ അനുഭവിക്കാനും അതിന് സ്വന്തം സമുദായത്തെയും രാഷ്ട്രത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് അതിനൊക്കെ വേണ്ടി ശ്രമിക്കും ഇവര്. ഒപ്പം തങ്ങൾക്ക് പറ്റാത്ത സാഹചര്യം വന്നാൽ കേരളം വിട്ടു പോവുകയും ചെയ്യും. ഇതാണ് ഇവരുടെ ഈ കേരളം ഭരിക്കുന്നവരുടെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്നവരുടെ ഒക്കെ മനസ്സിലിരിപ്പ്. അതുകൂടി നമ്മൾ മനസ്സിലാക്കിയപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഈ തരത്തിലുള്ള മത അജണ്ടകൾക്കെതിരെ എല്ലാ ജനവിഭാഗങ്ങളും ഒരുമിച്ച് മുന്നിട്ടിറങ്ങേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് എന്നുള്ളതാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്.
ടീച്ചർ, നമ്മൾക്കറിയാം ഹിജാബ് കലാപം കർണാടകത്തിൽ അങ്ങോട്ട് കത്തി പടർന്ന സമയത്ത് നമ്മളെല്ലാവരും സംശയിച്ചതാണ്, എന്തിനാണ് ഈ കുട്ടികളെ വെച്ചുകൊണ്ട്, അതല്ലെങ്കിൽ പെൺകുട്ടികളെ വെച്ചുകൊണ്ട്, ആൺകുട്ടികളെ വെച്ചുകൊണ്ട്, കോളേജ് സ്കൂൾ തലങ്ങളിലുള്ള ആളുകളെ വെച്ചുകൊണ്ട് ഇവർ ഈ ഒരു കലാപം ആസൂത്രണം ചെയ്യുന്നത് എന്ന്. എന്നാൽ പിന്നീട് നമ്മൾ കണ്ടു SDP അതല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ആ ഒരു കുട്ടി പിശാജ് വിളിച്ച, അങ്ങനെ തന്നെ സൂചിപ്പിക്കേണ്ടതുണ്ട് ആ കുട്ടിയെ, ആ കുട്ടി വിളിച്ച മുദ്രാവാക്യം നമ്മൾ കേട്ടു, അവിലും മലനും കുന്തിരിക്കവും കരുതി വെച്ചോ, നിന്റെയൊക്കെ കാലന്മാരായി ഞങ്ങൾ ഇതാ നിന്നെയൊക്കെ തീർക്കാൻ വരുന്നു എന്നുള്ളത് ഹിന്ദു ക്രിസ്ത്യൻ സമുദായത്തോട്, സമൂഹത്തോട് ഒന്നടങ്കം വിളിച്ചു മാറി. ലോകം മുഴുവൻ അത് കണ്ടു. ഇന്നിപ്പോൾ ഇതാ കേരളത്തിലും കർണാടകയെ തന്നെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ കുട്ടികളെ വെച്ചുകൊണ്ട് തന്നെ, ഈ ഇപ്പൊ മദ്രസകളിലൊക്കെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ പല പ്രതികരണങ്ങളും നടത്തുന്ന വീഡിയോസ് ഒക്കെ ഒരുപാട് നമ്മൾ വ്യത്യസ്ത ഭാഷകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ഈ കുട്ടികളെ വെച്ചുകൊണ്ട് ഈ കലാപം ആസൂത്രണം ചെയ്യുന്ന ഇവരുടെ ആ ഒരു അറബി ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇവരുടെ ആ ഒരു തക്കിയ, അതല്ലെങ്കിൽ ആ രീതിയിലുള്ള ആസൂത്രണം, അതിനെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടും, പിന്നെ അതുപോലെ കെവിൻ പീറ്റർ സാറിനോടും അതുപോലെ RV ബാബു സാറിനോടും കൂടെ ഉള്ള ചോദ്യങ്ങൾ കൂടി ടീച്ചർക്ക് ചോദിക്കാനുള്ളതും കൂടെ കൂട്ടിച്ചേർക്കാം. ഇവിടെ കഴിഞ്ഞ ദിവസം പുലിയാർ കാസിമി ഒരു പ്രസ്താവന ഇറക്കി. മക്കളെ, നമ്മൾ ഏതാണ്ട് ഭൂരിപക്ഷമായിട്ടുണ്ട് കേരളത്തിൽ കേട്ടോ. അത് ചില വിഷയങ്ങൾക്കുള്ള സൂചനയാണ്. അത് കഴിഞ്ഞ് 1 മാസം പോലും കഴിഞ്ഞില്ല, അപ്പോഴാണ് ഞങ്ങളെ വിദ്യാഭ്യാസപരമായി +1 സീറ്റ് തന്ന് ഞങ്ങൾക്ക് പരിഗണന ലഭിക്കുന്നില്ല കേരളത്തിൽ, അതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രമായി ഒരു മലദ്വാർ സംസ്ഥാനം ഇങ്ങോട്ട് തന്നാല് ഞങ്ങൾ എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് ആയിക്കോളാം. എത്ര മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചു. അവര് പറഞ്ഞത് ചെറിയ കാര്യമല്ല. എത്ര രാഷ്ട്രീയ സംഘടനകൾ കേരളത്തിന്റെ മാറു പിളർക്കുന്ന സംഭവത്തിൽ എത്ര പേര് പ്രതികരിച്ചിട്ടുണ്ട്. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഈ വിഷയത്തിൽ മൗനം പാലിച്ചത് നമ്മൾ കണ്ടു. എന്താ കാരണം? എതിരെ നിൽക്കുന്നവരുടെ മതവികാരം വളരെ പെട്ടെന്ന് വ്രണപ്പെടും. നമ്മൾ ഇത്രയും ശതമാനമായിട്ടുണ്ട് എന്ന് പറഞ്ഞത് നമ്മളുടെ മത അജണ്ടകൾ, നമ്മുടെ മതാധിപത്യമുണ്ടല്ലോ, അത് സ്ഥാപിക്കാനുള്ള സമയം ഏതാണ്ടായിട്ടുണ്ട്. നമ്മൾ പരാജയപ്പെട്ട് പിന്മാറി പോകേണ്ടവരല്ല. ഇവിടെ നമുക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. മൻമോഹൻ സിംഗിന്റെ പ്രകടന പത്രികയിൽ പറയുന്നത് രാജ്യത്തിന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം പ്രധാനമായി മുസ്ലിങ്ങൾക്ക് അർഹതപ്പെട്ടതാണെന്നാണ്. എത്രമാത്രം മുസ്ലിം പ്രീണനമാണ് നമ്മുടെ മുൻകഴിഞ്ഞ നേതാക്കൾ കാഴ്ചവെച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ബാംഗ്ലൂരില് ഹിജാബ് വേണമെന്ന് പറഞ്ഞ് മുന്നിട്ടിറങ്ങിയ മുസ്കാൻ ഖാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ കുട്ടി അല്ലാഹു അക്ബർ എന്ന് വിളിച്ച് കോളേജിലേക്ക് ഇറങ്ങുന്നു. ആ പെൺകുട്ടി പിന്നീട് പറയുന്നുണ്ട്, അന്നാദ്യമായിട്ടാണ് ഞാൻ ആ പർദ്ദയ്ക്കകത്ത് ഇറങ്ങി നിൽക്കുന്നത്, അന്നാദ്യമായിട്ടാണ് ഞാൻ ഹിജാബ് ധരിക്കുന്നത്, അന്നാദ്യമായിട്ടാണ് ഞാൻ മുഖം മറയ്ക്കുന്ന നിക്കാബ് എന്ന വസ്ത്രം ധരിക്കുന്നത്. ആ കുട്ടി വളരെ മോഡേൺ ആയിട്ട് നടക്കുന്ന ഒരു മോസ്റ്റ് മോഡേൺ പെൺകുട്ടിയാണ്. ആ കുട്ടി പിന്നീട് ആ കുട്ടിയുടെ ഫ്രണ്ടും ഒക്കെ ആയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള വസ്ത്രത്തിലുള്ള ഒരുപാട് ഫോട്ടോസ് ആ പെൺകുട്ടിയുടെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് എടുത്ത് പുറത്തിട്ടിരുന്നു. ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പിന്നീട് മാധ്യമങ്ങളോട് വന്ന് പറയാണ്, നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല, ഞങ്ങളെ ഇനി ബുദ്ധിമുട്ടിപ്പിക്കരുത്, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. എന്താ കാരണം? അൽ ഖ്വയ്ദയുടെ നേതാവ് നേരിട്ട് വിളിച്ചിട്ട് ഈ പെൺകുട്ടിക്ക് അനുമോദനം അറിയിക്കുകയാണ്. കാരണം അല്ലാഹു അക്ബർ എന്നുള്ള വലിയ ആശയം അവരവിടെ പ്രചരിപ്പിച്ചില്ലേ. ഇന്നലെ ജർമ്മനിയിൽ നിന്ന് വലിയ ഒരു വിഭാഗം ആളുകളെ പിടിച്ച് പുറത്തിടാൻ ജർമ്മനി പുതിയ നിയമം പാസാക്കി. അതിനവരെ സഹായിച്ചത് നമ്മുടെ ഫ്രാൻസിന്റെ ഇമ്മാനുവൽ മാക്രോൺ ആണ്. എന്താണ് കാരണം? ഇവർക്ക് വേണ്ടതെല്ലാം നൽകി. ഒടുവിൽ ഒരു ഞായറാഴ്ച ദിവസം രാവിലെ ഇവർ ക്രിസ്ത്യൻ ചർച്ചിലേക്ക് വരുമ്പോൾ ചർച്ചിനകത്ത് മുഴുവനും അവരപ്പ പെയിന്റ് അടിച്ചിട്ടേ ഉള്ളൂ അല്ലാഹു അക്ബർ എന്ന് അറബിയിൽ എഴുതി വെച്ചിരിക്കുന്നു. അവരെ കുർബാനയ്ക്കെങ്ങാണ്ട് കയറുന്ന ഒരു മന്ദിരമുണ്ട്, അവിടെ എഴുതി വെച്ചിരിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെയാണ് അവര് ചിന്തിച്ചത്, ഇവരേതാണ്ട് നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷമായി തുടങ്ങിയിട്ടുണ്ട്, ഇവരുടെ ക്രമേണയുള്ള ആ പുഴുക്കടി ഇവര് പുറത്തെടുത്തിട്ടുണ്ട്, ഇവരുടെ വട്ടച്ചൊറിയാണ്, ഇത് ചൊറിഞ്ഞു ഇവര് സുഖിച്ചുകൊണ്ടേയിരിക്കും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവർക്ക് തടയിട്ടേ മതിയാകൂ എന്നവർ മനസ്സിലാക്കുന്നു. ഇവർ ഓരോരോ അജണ്ടകളാണ് ഓരോ സമയത്തും. ഒടുവില് ഇവിടെ സത്യധാര എന്ന് പറയുന്ന AP വിഭാഗത്തിന്റെ പിരിഞ്ഞുപോയ ഒരു വിഭാഗമുണ്ട്. അവരുടെ ഒരു മാസികയുടെ എഡിറ്ററുണ്ട്, ഒരു അൻവർ സാദത്ത്. അദ്ദേഹം എഴുതുവാണ്, കേരളം പ്രത്യേകമായിട്ട് ഒരു സംസ്ഥാനമാക്കി മുസ്ലിങ്ങൾ ചോദിച്ചാൽ എന്താണ് അതിനകത്തൊരു തെറ്റ്? കണ്ടോ, ഇവരുടെ ഉള്ളിൽ കിടക്കുന്നതാണ്. PFI എന്ന സംഘടന മാത്രമേ നിരോധിച്ചിട്ടുള്ളൂ. അവരുടെ ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ മഹാജന സമ്മേളനത്തിൽ കോഴിക്കോട് കടപ്പുറത്ത് സംഘടിച്ച ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും ഇവരുടെ സംഘടനയ്ക്കകത്തുണ്ട്.
ഇവരെ വളർത്തിക്കൊണ്ട് വരുന്നതാരാ? നമ്മുടെ നാട്ടിലെ സെക്യുലർ പാർട്ടിക്കാർ. അവർക്ക് ഇവരെ വളർത്തിക്കൊണ്ട് വന്നേ മതിയാകൂ. കാരണം അവരുണ്ടെങ്കിലേ ഇവരുള്ളൂ. താഴെ CPM-ന്റെ ഓഫീസും മുകളിൽ PFI-യുടെ ഓഫീസും. കുഴപ്പമില്ല, അവരുടെ കൊടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയിട്ടാ മതി. അപ്പൊ ഈ കേരളക്കരയെ ഇവരെ ഒരു മതാധിപത്യമാക്കി മാറ്റാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവരിങ്ങനെയുള്ള ഓരോരോ അജണ്ടകൾ വീതം നടപ്പിലാക്കിക്കൊണ്ടിരിക്കും. അതിൽ ഇവർ കരുവാക്കുന്നതാണ് ഈ മുസ്ലിം പെൺകുട്ടികളെ. ഈ കുട്ടികൾ കോളേജുകളിൽ വരരുത് ഒന്നുകിൽ, അതല്ലെങ്കിൽ നമ്മൾ മുമ്പ് കണ്ടിരുന്ന ഹോട്ടലുകളൊക്കെ എവിടെ പോയി? നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, നോൺ വെജ് ആയിട്ടുള്ള ഹോട്ടലുകളൊക്കെ ഇന്ന് വെജിറ്റേറിയൻ ഹോട്ടലുകളായി മാറി. ആ വിഷയത്തിൽ പ്രതികരിച്ചതിന്റെ പേരിലാണ് ബൈജുവിന്റെ പേരിൽ കേസ് വന്നത്. നമ്മളൊരു ഹോട്ടലിൽ പോയി പ്യൂർ വെജിറ്റേറിയൻ ആണ്, അതിനകത്ത് ആര്യ ഭവൻ എന്നൊക്കെ ആയിരിക്കും അതിന്റെ പേര്. ഗൂഗിൾ പേ ഇടുമ്പോൾ മുഹമ്മദ് യൂസഫ്. ഇതെങ്ങനെ വരുന്നു? ഓരോരോ മേഖലകളായി ഇവർ കൈയടക്കിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ ചിക്കൻ ആകട്ടെ, ബീഫ് ആകട്ടെ, മീനാകട്ടെ, ഓരോരോ മേഖലകൾ വീതം ഇവര് പിടിച്ചെടുത്ത് കണ്ണൂർ ഹലാൽ ബാങ്ക് വന്നു. എത്ര പേര് അറിഞ്ഞിട്ടുണ്ട് ഈ വിഷയം? പലിശരഹിത ബാങ്ക്. പോലീസില് മുസ്ലിങ്ങൾക്ക് മാത്രമായി പ്രത്യേകമായിട്ടുള്ള സംവരണം. ഇന്ന് 30-35 വർഷം പുറകോട്ട് പോയാല് നമുക്കറിയാം ഇവിടെ ഗൾഫ് പണത്തിന്റെ ആധിക്യം നല്ല രൂപത്തിൽ ഉണ്ടായിട്ടുണ്ട്. പണ്ട് ഓല കെട്ടിടങ്ങളായിരുന്ന പള്ളികളൊക്കെ ഇന്ന് ശീതീകരിച്ച വലിയ അമ്പരചുംബികളായ കൊട്ടാര സൗധങ്ങളായി മാറിക്കഴിഞ്ഞു. എന്താണ് അതിന് കാരണം? ഇവർക്ക് ഇഷ്ടം പോലെ പണം വന്നിറങ്ങുന്നുണ്ട്. ആ പണത്തിന്റെ കൊഴുപ്പില് ഇവർക്ക് ഒരുപാട് ഇസ്ലാമിക സ്ഥാപനങ്ങളുണ്ട്. എമ്പാടും. ഞാനും ഒരു ഇസ്ലാമിക സ്ഥാപനത്തിൽ പഠിച്ച ആളാണ്. മഞ്ചേരി എടവണ്ണ, അവിടെ BEd കോളേജ് ഉണ്ട്, ട്രെയിനിങ് കോളേജ് ഉണ്ട്, തഹ്സിസുൽ ഹദീസിന്റെ കോഴ്സ് ഉണ്ട്, തഹ്ഫീമുൽ ഖുർആന്റെ കോഴ്സ് ഉണ്ട്, ഹൈസ്കൂൾ ഉണ്ട്, ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്, അറബി കോളേജ് ഉണ്ട്, എല്ലാം ഉണ്ട്. ആ കോളേജില് ഒരു 2-3 വർഷം മുമ്പ് 5 പെൺകുട്ടികള് ഞങ്ങൾക്ക് നിക്കാബ് ധരിക്കണം, ഞങ്ങൾക്ക് മുഖം മറയ്ക്കണം. അവിടെ പർദ്ദയും മക്കനമേ ഇടാൻ പറ്റും, മുഖം മറയ്ക്കാൻ പറ്റില്ല. അങ്ങനെ ഇവരെ ഒരു കത്ത് കൊടുക്കുക. ആ കത്ത് വലിച്ചു കീറി 4ആയിട്ടെറിഞ്ഞ അതിന്റെ സ്ഥാപകൻ അവരുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു, ഇറങ്ങി പൊയ്ക്കോളാൻ പറഞ്ഞു. അവിടെ ഇവര് പ്രതിഷേധിച്ചില്ല. ഏതോ ഒരു മാധ്യമം മാത്രം ചെറിയ രൂപത്തിൽ ഒരു കോളത്തിനകത്ത് ഒരു 5-ാമത്തെ 6-ാമത്തെ പേജിൽ കണ്ടൊരു വാർത്ത കൊടുത്തിട്ടുണ്ട്. അവിടെ ഇവര് പ്രതിഷേധിച്ചില്ല. കാരണം അവിടെ താടിയുള്ള അപ്പൂപ്പനാണ് ഇരിക്കുന്നത്, അവരെ പേടിക്കണം. പക്ഷേ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലും ഇസ്ലാമിക മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലും ഹിന്ദു മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലും ഇവർ ഒരേപോലെ മതത്തെ കൊണ്ടുവരാനാണോ ശ്രമിക്കുന്നത്? അല്ല. MESന്റെ സ്ഥാപനത്തിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി പൂജിക്കാൻ ഒരു റൂം അവർ കൊടുക്കുവോ? ക്രിസ്ത്യാനികൾക്ക് ബൈബിൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കൂൾ MESന്റെ സ്ഥാപനത്തിൽ അവർ കൊടുക്കുവോ? അതിനു വേണ്ടിയിട്ട് ആരെങ്കിലും സമരം ചെയ്യുമോ? നടക്കില്ല. കാരണം നമ്മുടെ നാട്ടിൽ എല്ലാ രൂപത്തിലും ഇവരെ പ്രോത്സാഹിപ്പിക്കുകയും ഇവർക്ക് വെള്ളവും വളവും കൊടുത്ത് വളർത്തുകയും ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ സെക്യുലർ പാർട്ടിക്കാർ അവരറിയുന്നില്ല അവര് ചവിട്ടി നിൽക്കുന്ന കാൽപാദത്തിനടിയിലെ മണ്ണാണ് ഒലിച്ചു പോകുന്നത് എന്ന്. ബാബുചേട്ടാ, എനിക്ക് ഈ വിഷയത്തെ കുറിച്ചിട്ട് ബാബുചേട്ടനോട് ചോദിക്കാനുള്ളത്, ഈ കേരളത്തില് ഇതുപോലെയുള്ള ഒരുപാട് മതവൽക്കരണം നടക്കുന്നുണ്ട്. ഇതിനെതിരെ സംസാരിക്കുന്ന ആളുകളെ ശക്തമായ രൂപത്തിൽ കേസിൽ കൊടുക്കുക, അടിച്ചമർത്താൻ ശ്രമിക്കുക, ഭീഷണിപ്പെടുത്തുക, ഇങ്ങനെ ഇവർ ഈ നാട് പാകിസ്ഥാനാക്കി മാറ്റാൻ ശ്രമിക്കുന്നതിനെതിരെ ബാബുചേട്ടൻ ഒരു വലിയ സംഘടനയുടെ ആളാണ്. നിങ്ങൾക്ക് ഏത് രൂപത്തിലാണ് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നത്? ഇത്തരം കേസെടുക്കൽ സമീപനം, അതായത് ഈ വർഗീയവാദപരമായ നിലപാടുകളെ, മതതീവ്രവാദത്തെ ചൂണ്ടിക്കാണിക്കുന്നവരെ അവരെ നിശബ്ദരാക്കാൻ തക്ക രീതിയിലുള്ള സംവിധാനം അല്ലെങ്കിൽ നിലപാടുകൾ ഈ സർക്കാർ കുറെ കാലങ്ങളായിട്ട്, പ്രത്യേകിച്ച് പിണറായി വിജയന്റെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ നാട്ടില് ഒരുപാട് ആൾക്കാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കുമ്മനം രാജശേഖരനെതിരെ കേസെടുത്തിട്ടുണ്ട്, ശശികല ടീച്ചർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ജാമിദ ടീച്ചർക്കെതിരെ, ബിജുവിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഹലാൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകൾ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞതിന് എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, എനിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് 153. അപ്പോ ഇത് അവര് വ്യാപകമായിട്ട് ഇപ്പോ നമ്മുടെ TG മോഹൻദാസിനെതിരെ കേസെടുത്തത് എന്തിനായിരുന്നു? TG മോഹൻദാസിനെതിരെ കേസെടുത്തത് നമ്മുടെ അർത്തുങ്കൽ പള്ളിയുടെ ചരിത്രം അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് പഴയ ക്ഷേത്രമാണ് എന്ന് തെളിയും എന്ന് പറഞ്ഞതിനാണ് TG മോഹൻദാസിനെതിരെ കേസെടുത്തത്. അപ്പോ ഇത് വ്യാപകമായിട്ട് ഇത്തരത്തിൽ കേസെടുക്കുന്നുണ്ട്.
അതിന് ഇന്നിപ്പോ അങ്ങനെ കേസെടുക്കാൻ കാരണം എന്താണ്? കേസെടുക്കാനുള്ള കാരണം സംഘടിതമായ ഒരു ശക്തിയായിട്ട് ഈ സമൂഹം മാറാത്തിടത്തോളം രാഷ്ട്രീയക്കാര് തീർച്ചയായും ഇത്തരം കേസുകൾ എടുത്ത് നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. കേരളത്തിൽ രാഷ്ട്രീയ ശക്തിയായിട്ട്, ദേശീയ ശക്തിയായിട്ട് മാറാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അപ്പോ അതിന് ഇത്തരം ആളുകൾക്കെതിരെ കേസെടുത്താൽ രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാകും എന്ന ഒരു സ്ഥിതിവിശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിട്ടാൽ, കോൺഗ്രസ് നേരിട്ടാൽ അത്തരത്തിൽ കേസെടുക്കാൻ തയ്യാറാവില്ല. എന്തുകൊണ്ടാണ് CAA-ക്കെതിരായിട്ടുള്ള സമരത്തിലെ എടുത്ത കേസുകൾ മുഴുവൻ റദ്ദാക്കുകയും ശബരിമല കേസ് ഇപ്പം തുടരുകയും ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? രാഷ്ട്രീയമായ ശക്തിയായിട്ട് മാറുക എന്നുള്ളത് മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. ഇതിന് ഇപ്പൊ നാളെ ഈ ഒരു പരിപാടി നടത്തിയതിന്റെ പേരിൽ വേണമെങ്കിൽ നാളെ ജാമ്യ ടീച്ചർക്കെതിരെയും ബിജുവിനെതിരെ, എനിക്കെതിരെയൊക്കെ കെവിൻ പീറ്ററിനെതിരെ കേസെടുക്കാം. നമുക്ക് എങ്ങനെ തടയാൻ പറ്റും? കേസെടുക്കാൻ എല്ലാ വിധത്തിലും സാധിക്കുമായിരുന്നു. അപ്പോ നിലവിൽ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് വ്യക്തിപരമായിട്ടും അല്ലാതെയും ജനകീയമായ മുന്നേറ്റങ്ങളിലൂടെയും ഒക്കെ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുക, നിയമപരമായ പോരാട്ടങ്ങളിലൂടെ അതിനെ നേരിടാൻ ശ്രമിക്കുക എന്നല്ലാതെ നമ്മുടെ മുമ്പിൽ വേറെ ഓപ്ഷൻ ഇല്ല. ഇപ്പോ ഹൈക്കോടതിയിൽ നമ്മൾ ഈ കേസ് ക്വാഷ് ചെയ്യണമെന്ന് പറഞ്ഞു പോയാൽ അവിടെ ഇരിക്കുന്ന ജഡ്ജിയുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പോവുക. അവിടെ ഇരിക്കുന്നവരും ഏത് ജഡ്ജാണ്, ആ ജഡ്ജിന്റെ മനോഭാവം ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പല കോടതികളുടെയും നിലപാടുകൾ പലപ്പോഴും ഏത് നിലയ്ക്കാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. സുപ്രീം കോടതിയിൽ അടക്കം അത്തരം കേസുകൾ നമ്മൾ കാണുകയാണ്. ചിലർക്കൊക്കെ പ്രത്യേക പ്രിവിലേജ് ആണ്, ചിലരുടെയൊക്കെ ജാമ്യാപേക്ഷ രാത്രിക്ക് കേൾക്കും, പ്രത്യേക ബെഞ്ചിരുന്ന് കേൾക്കും. ടീസ്റ്റാ സത്യൽവാദിന്റെ കേസ് നമുക്കറിയാം. രാത്രിയായിരുന്നു ടീസ്റ്റാ സത്യൽവാദിന് ജാമ്യം കൊടുക്കാനായിട്ട് രാത്രി കൂടിയിട്ടാണ് സുപ്രീം കോടതി ജാമ്യം കൊടുത്തത്. സാധാരണക്കാരൻ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ ജാമ്യം ഇതുപോലെ ജാമ്യം കൊടുക്കാൻ വേണ്ടി കോടതി കൂടില്ല. അപ്പൊ ചിലർക്ക് പ്രത്യേകതയുണ്ട്. ഇപ്പോ സുപ്രീം കോടതിയുടെയൊക്കെ ചില പ്രത്യേക അവകാശങ്ങളും പ്രത്യേക പരിഗണനയും ഒക്കെ ചിലർക്കൊക്കെ കിട്ടും, നമുക്ക് ആ പരിഗണന കിട്ടില്ല. അപ്പൊ അതാണ് കേരളത്തിന്റെ അന്തരീക്ഷം, ഭാരതത്തിന്റെ അന്തരീക്ഷവും ഒരു പരിധിവരെ അതാണ്. ഇതിനകത്ത് രാഷ്ട്രീയ ശക്തിയായിട്ട് നമുക്ക് മാറാൻ കഴിയുക ഇത്തരം കപട മതേതര കക്ഷികൾക്കെതിരായിട്ടുള്ള ഒരു ദേശീയ ശക്തിയായിട്ട്, അത് മതവിശ്വാസം എന്തുമാകട്ടെ, മറ്റേതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇരിക്കട്ടെ, അതിനെ പകരം വെക്കുന്ന തരത്തിലുള്ള ഒരു ദേശീയ ശക്തിയായിട്ട് രാഷ്ട്രീയത്തിൽ മാറുക എന്നുള്ളതാണ് ഇതിനെ പരിഹാരമായിട്ടുള്ളൂ. മറ്റൊന്നും തന്നെ ഇതിന് പരിഹാരമില്ല, അതിന് പരിഹാരമാവില്ല. അപ്പോ അതാണ് ഈ വിഷയത്തിലുള്ള പരിഹാരം. അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. രാഷ്ട്രീയ ശക്തിയായി മാറാൻ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് ആണ് ഇതിന് ഒരു പരിഹാരമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ടീച്ചറെ, കെവിൻ ബ്രദറെ, എനിക്കെതിരെ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ പ്രതികരിച്ചത് കൊണ്ട്, കാരണം അത് ഇസ്ലാമിക രൂപത്തില് ആ കുട്ടിയെ വിചാരണ ചെയ്തിട്ടായിരുന്നു സിദ്ധാർത്ഥനെ കൊല ചെയ്തത്. അതിന്റെ വിഷയത്തിൽ ഞാൻ പ്രതികരിച്ചത് കൊണ്ട് എനിക്കെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നു. അതിന്റെ FIS-ൽ വ്യക്തമായി എഴുതിയിട്ടുണ്ടായിരുന്നു, പാലാ ബിഷപ്പിനെ ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച വ്യക്തിയാണ്. അത് ഈ കേസ് പ്രാഥമികമായി ഒരു FIR-ഓ FIS-ഓ ഒരാൾ കാണുമ്പോൾ ആ വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു രീതിയാണ്. കാരണം ഇവര് ഏത് രൂപത്തിലുള്ള വ്യക്തിയാണ് എന്ന് ഒന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി പൂഞ്ഞാർ വിഷയമുണ്ടായി. അതിനകത്ത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് ബൈക്ക് റേസ് ചെയ്ത് വൈദികനെ ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. പാലാ ബിഷപ്പിന്റെ നാവരിയണം തലയരിയണം എന്ന് പറഞ്ഞ് ഇവര് രംഗത്ത് വന്നു. പക്ഷേ ജോസഫ് മാഷിന്റെ വിഷയത്തിൽ ഉണ്ടായിരുന്നത് പോലെ ആയിരുന്നില്ല പിന്നീടുണ്ടായ ഓരോ വിഷയങ്ങളിലും നിങ്ങളുടെ പ്രതികരണം. ഇപ്പോഴിതാ ഫാദർ കുര്യാക്കോസിനെതിരെ ഇവർ കൊലവിളികളുമായി രംഗത്ത് വന്നു. എന്താണ് ഈ വിഷയങ്ങളെയൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ബ്രദറിന് പറയാനുള്ളത്? എനിക്ക് ചോദിക്കേണ്ടത്, നമ്മളൊക്കെ ഒരുമിച്ച് നിന്ന് കേരളത്തിന്റെ മതേതരത്വത്തെ സംരക്ഷിക്കാൻ പൊരുതേണ്ടവരല്ലേ? അല്ല, ഇവിടെ ഒരു നിലനിൽപ്പ് സാധ്യമാവണമെങ്കിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പോ ശ്രീ ബാബുജി സൂചിപ്പിച്ചതുപോലെ ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ടായി, ഒരു ബദൽ രാഷ്ട്രീയം ഇവിടെ ഉരുത്തിരിഞ്ഞു വരണം. കാര്യം നിലവിലെ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ, ആ 2 മുന്നണികൾക്ക് നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാം ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ അവരിൽ നിന്നും ഒരു നീതിപൂർവമായ ഒരു നിലപാട് ഒരു വിഷയത്തിലും നാം പ്രതീക്ഷിക്കേണ്ടതില്ല.
ഭരണ സംവിധാനങ്ങളെല്ലാം അത്തരം ആളുകളുടെ കീഴിലായി കഴിയും. ഇപ്പൊ ചില ആളുകളുടെയൊക്കെ പഠന കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തു വരുന്ന ലോ അക്കാദമിയിലൊക്കെ വരുന്ന വക്കീൽമാരൊക്കെ നാളെ ജഡ്ജികളായി മാറിക്കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ എന്താണ്? അപ്പൊ ഇതിന് ഇവരെ പാഠം പഠിപ്പിക്കത്തക്ക രീതിയിലുള്ള, അല്ലെങ്കിൽ ഇവരെ മാറ്റി നിർത്തുന്ന രീതിയിലുള്ള ഒരു ബദൽ രാഷ്ട്രീയ കൂട്ടുകെട്ട് ഇവിടെ ഒരു ജാതിക്കും മതത്തിനും അതീതമായി ഉയർന്നു വന്നാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ലീഗലായി നമ്മളെ കൊടുക്കുന്നതിനുള്ള പ്രവണതകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഇന്നത്തെ പ്രോഗ്രാമിന്റെ പേരിൽ വേണമെങ്കിലും ഏതെങ്കിലും ഒരു വാചകം അടർത്തിയെടുത്തുകൊണ്ട് മതസ്പർദ്ധയുണ്ടാക്കിയെന്നോ അവഹേളനങ്ങൾ നടത്തിയെന്നോ പറഞ്ഞ് നമുക്കെതിരെ കേസെടുക്കാം, തീർച്ചയായിട്ടും ഉണ്ടാവാം. അപ്പൊ അത് ഇവിടെ ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരു ബദൽ രാഷ്ട്രീയം ഇവിടെ ഉണ്ടാവണം. അല്ല എങ്കിൽ കേന്ദ്രത്തെ വിളിക്കൂ, കേരളത്തെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കാശ്മീരിലെ രീതിയിൽ ഇവിടെ കേരളം കേന്ദ്രഭരണ പ്രദേശമായി മാറും, രാഷ്ട്രപതി ഭരണം വരണം. എന്നാൽ മാത്രമേ ഇതിന് ഇവിടെ ഒരു ഇതുണ്ടാവും. കാരണം ഇവിടെ ഒരിക്കലും ഇപ്പോൾ നേരത്തെ ബാബുജി സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും ഇവിടെ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാവില്ല, ട്രെയിൻ സ്ഫോടനങ്ങളോ ചാവൽ സ്ഫോടനങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇവിടെ. കാരണം ഇവിടെ സുരക്ഷിതമായ ഒരു താവളമാണ്. ആലോചന, പണ സമാഹരണം, പരിശീലനം, ഒളിവിൽ താമസിക്കാൻ, ഇതിനെല്ലാം പറ്റിയ ഭാരതത്തിലെ ഒരേ ഒരു സ്റ്റേറ്റ് ആണ് ഇപ്പൊ കേരളം. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു സൗകര്യം ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കില്ല. കാര്യം ഇവിടെ അത്തരത്തിലൊരു അറ്റാക്ക് ഉണ്ടായാൽ ഇവിടെ നടപടി എടുത്തേ പറ്റും, കേന്ദ്രം ഇടപെടും. അപ്പൊ അതുകൊണ്ട് അവരുടെ താവളം നഷ്ടപ്പെടും, സുരക്ഷിത താവളം. അതുകൊണ്ട് ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ ഇങ്ങനെ പതിയെ നമ്മളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കും. ഞാനൊരു 2 മാസങ്ങൾക്ക് മുമ്പ് കാശ്മീരിൽ പോയപ്പോഴത്തേക്ക് അവിടെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ലൊക്കേഷനുകളൊക്കെ പോകുന്നതിനോടൊപ്പം തന്നെ അവിടെ കേന്ദ്ര സർക്കാർ പുനർനിർമ്മിച്ച സെന്റ് ജോൺസ് ചർച്ചിൽ പോയി. കാര്യം അവിടെ 36 വർഷമായിട്ട് അവിടെ അടഞ്ഞു കിടന്ന ഒരു ചർച്ചാണ്. കാര്യം ഭീകരവാദികളുടെ ഭീഷണിയും ഏറ്റവും അവസാന ദിവസം അടച്ചുപൂട്ടുന്ന ദിവസം അവിടെ കുർബാന കഴിഞ്ഞിറങ്ങുന്നവർക്ക് നേരെ ഉണ്ടായ വെടിവെപ്പും ആക്രമണങ്ങളും, അതോടൊപ്പം തന്നെ അവിടെ കന്യാസ്ത്രീ മഠത്തിൽ അതിർത്തി കടന്നു വന്ന ഭീകരവാദികൾ കൂട്ടബലാത്സംഗം ഒക്കെ നടത്തിയ വിഷയങ്ങളെ തുടർന്നാണ് ആ പള്ളി അടച്ചത്. ഇതൊന്നും പക്ഷെ നമ്മൾ വാർത്തകളിൽ എവിടെയും കണ്ടിട്ടില്ല. അപ്പൊ ആ പള്ളി അടച്ചതിന് ശേഷം ഇത്രയും കാലം കോൺഗ്രസ് ഭരിച്ചിട്ടും അതിനെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ ഈ മോദിജിയുടെ ഗവൺമെന്റ് ആണ് അതിനെ പുനർനിർമ്മിച്ചു കൊടുത്തത്. അപ്പൊ ആ ചർച്ച് കാണണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഞങ്ങൾ ആ ചർച്ച് കാണാനായിട്ട് പോയി. അപ്പൊ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ചർച്ച് വളരെ മനോഹരമായിട്ട് പുനർനിർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഞായറാഴ്ചകളിലും രാവിലെയും കുർബാന നടക്കുന്ന സമയത്ത് മാത്രമേ അത് ഓപ്പൺ ചെയ്യുള്ളൂ, അല്ലാത്ത സമയം ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പൊ ഞങ്ങൾ വളരെ ഒരു ഗല്ലി എന്നൊക്കെ പറയാം, വളരെ ഒരു ചെറിയ കോളനിയുടെ അകത്തൂടെ ഈ ഡ്രൈവർ കാറ് വളരെ ബുദ്ധിമുട്ടിയാണ് ഇതിന്റെ മെയിൻ ഗേറ്റിൽ ചെന്നപ്പോൾ അവിടെ ചുറ്റും വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ആ ഒരു പള്ളിയോട് ചേർന്ന് ഒരു ഹോസ്പിറ്റലുണ്ട്, അതിന് ചുറ്റും ഒരു മുസ്ലിം കോളനിയാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, എങ്ങനെയാണ് ഈ മുസ്ലിം കോളനിയുടെ നടുക്ക് ഈ ക്രിസ്ത്യൻ പള്ളി വന്നത്? നമ്മൾ ചിന്തിക്കും. പക്ഷെ നേരെ തിരിച്ചാണ്. അവിടെ ആ ക്രിസ്ത്യൻ പള്ളിയും ആ ഹോസ്പിറ്റലും ഒഴികെ ഇപ്പോൾ അവിടെ ബാക്കിയെല്ലാം പള്ളിയുടെ കെട്ടിടങ്ങളിൽ ഉൾപ്പെടെ ഇസ്ലാമിസ്റ്റുകൾ കൈയടക്കി അവർ വ്യാപാരങ്ങളും വ്യവസായങ്ങളും താമസവും ഒക്കെ നടത്തുകയാണ്. ഈ ഒരു ക്രിസ്ത്യൻ പള്ളിയും ഈ ഒരു ഹോസ്പിറ്റലും മാത്രമാണ് അവിടെ ഉള്ളത്. അവിടെ സംഭവിച്ചത് ഈ ഒരു മുസ്ലിം പ്രദേശത്തെ നടുക്കൊണ്ട് ക്രിസ്ത്യൻ പള്ളി വെച്ചതല്ല, അവിടെ എല്ലാം ക്രിസ്ത്യാനികൾ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു. അവരൊക്കെ അവിടെ വിട്ട് ഓടേണ്ടതായിട്ട് വന്നു. അവിടെ ബാക്കിയുള്ളത് ഇപ്പൊ പള്ളിയാണ്. കേന്ദ്ര സർക്കാർ മുൻകൈ എടുത്തത് കൊണ്ട് ആ പള്ളിക്ക് ഇപ്പോൾ ഒരു ശാപമോക്ഷം ലഭിച്ചു. ഇതുകൂടാതെ 10ഓളം പള്ളികൾ അവിടെ കേന്ദ്ര സർക്കാർ പുനർനിർമ്മിക്കുന്നുണ്ട്. ഇതിന്റെ ഒന്നും വാർത്ത ഇവിടെ വരാറില്ല. ഇവിടെ പൊളിച്ചതിന്റെ വാർത്ത മാത്രമേ ഉള്ളൂ, അവിടെ പുനർനിർമ്മിച്ചതിന്റെ വാർത്തയൊന്നുമില്ല. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ലാൽ ചൗക്കില് വൈകുന്നേരം സമയത്താണ് പോയത്. ഈ ലാൽ ചൗക്കിൽ പതാക പാറുന്നത് കാണാനായിട്ട് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. കാര്യം അവിടെ പോയി നിന്ന് ശരിക്കും നമ്മുടെ ആ ഒരു പാറുന്നത് കാണുമ്പോൾ നമ്മുടെ രോമമൊക്കെ നമുക്ക് ഇങ്ങനെ എഴുന്നേറ്റ് വരും. അപ്പൊ അത്ര സീനാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങളൊരു ബാഗിന് വേണ്ടി ഷോപ്പിംഗ് സെന്ററിൽ, അവിടെ വലിയ ഷോപ്പിംഗ് സെന്ററാണ്, അവിടെ പോകുമ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ള മലയാളികളായിട്ടുള്ള 3 കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരു 5 കന്യാസ്ത്രീകൾ അവിടെ രാത്രി 8:30 ഷോപ്പിംഗ് നടത്തും. അവര്
മറ്റൊരു സ്ഥലത്ത് നിന്നും കാശ്മീരിലെ കന്യാസ്ത്രീ മഠത്തിൽ വന്നിട്ട് അവിടുത്തെ അവരുടെ കൂടെ സഹായത്തോടു കൂടി ഇവിടെ വന്ന് ഷോപ്പിംഗ് നടത്തും. രാത്രി 8:30 കന്യാസ്ത്രീകൾക്ക് നിർഭയമായി കാശ്മീരിൽ ഷോപ്പിംഗ് നടത്തും. അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പൊ അവിടെ പ്രതികരിക്കാതിരുന്നതിന്റെ ഫലമാണ് പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് കൈയിറക്കിയത്. അത് ഇവിടെയും സംഭവിക്കും. അപ്പൊ സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ അടുത്ത് ഈ ഫസൽ ഗഫൂറിനെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ അസ്ത്രം ഗഫൂർ എന്നൊക്കെ വിളിക്കുന്ന ആളാണ് ഫസൽ ഗഫൂർ. പോപ്പുലർ ഫ്രണ്ടിന്റെ സമ്മേളന വേദിയിൽ പോയി പതിയെ പതിയെ എങ്ങനെയാണ് ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കേണ്ടത് എന്ന വിവിധ സംസ്ഥാനങ്ങളിലെ കണക്കുകളെല്ലാം ഉദ്ധരിച്ച് അവരെ മോട്ടിവേറ്റ് ചെയ്ത വ്യക്തിയാണ് ഫസൽ ഗഫൂർ. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും പോയി തങ്ങൾക്ക് തങ്ങളുടെ അവനാടിയിൽ പല അസ്ത്രങ്ങളും ഉണ്ടെന്നൊക്കെ പറഞ്ഞതിന്റെ പേരിലാണ് അദ്ദേഹത്തെ അസ്ത്രം ഗഫൂർ എന്ന് വിളിച്ചത്. ഈ കഴിഞ്ഞയിടെ അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്മേളനത്തിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം അവസാനമായിട്ട് ആ ഒരു പ്രസംഗത്തിന്റെ അവസാനം പറയുന്ന കാര്യം, നമ്മൾ മറ്റ് നിസ്കാരത്തിലുള്ള അല്ല ആചാരത്തിലുള്ള വ്യത്യാസങ്ങൾ മറന്ന് നമ്മൾ അവസാന പോരാട്ടത്തിനായി ഒന്നിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിവിടെ ചർച്ചയായി. എന്താണ് ഇവർക്ക് വേണ്ടുന്ന അവസാന പോരാട്ടം? ഇവർക്ക് എന്തിന്റെ കുറവാണ്? ലോകരാജ്യത്തിൽ എവിടെയാണ് ഈ ഒരു സമുദായത്തിന് ഇത്രയധികം പരിഗണനയും ഇത്രയധികം സ്വാതന്ത്ര്യവും ലഭിക്കുന്നത്? ഈ കേരളത്തിൽ പോലും ന്യൂനപക്ഷ പരിഗണന എന്ന് പറയുന്നത് ഒസാനും പുസ്ലാനും, അതായത് മുക്കുവനാണ് പുസ്ലാൻ, ഒസാനാണ് ബാർബർ, ഇവരാണ് ഏറ്റവും താഴേക്കിടയിലുള്ളവർ. ലക്ഷദ്വീപിലാണെങ്കിൽ കീഴാച്ചേരി എന്ന് പറയും, തെങ്ങ് കയറുന്ന മുസ്ലിങ്ങളാണ് അവിടുത്തെ ഏറ്റവും താഴെയുള്ള ആൾക്കാർ. അവർക്ക് ഗിരിവർഗ പരിഗണനയാണ്. എന്ത് ഗിരിവർഗമാണ് അവർക്ക്? എവിടെയാണ് ലക്ഷദ്വീപിൽ എവിടെയാണ് മലയിരിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് അവർക്ക് ഗിരിവർഗ സ്റ്റാറ്റസ് ലഭിച്ചത്? ഇവിടെ എങ്ങനെയാണ് പുസ്ലാനും ഒസാനും കിട്ടേണ്ട ആ ഒരു ന്യൂനപക്ഷ പരിഗണന തങ്ങൾക്ക് കിട്ടുന്നത്, ലബ്ബയ്ക്ക് കിട്ടുന്നത്? ഇവിടെ ന്യൂനപക്ഷ സംവരണത്തിൽ 20% ക്രിസ്ത്യാനി ഉൾപ്പെടെയുള്ള മറ്റ് മതവിഭാഗങ്ങൾക്ക് കൊടുത്തിട്ട് 80% അനുഭവിക്കുന്ന ഇവരാണ് പറയുന്നത് ഇനിയും അവസാന പോരാട്ടം നടത്തണമെന്ന്. അപ്പോൾ എന്താണ് ആ അവസാന പോരാട്ടം? ഒന്നേ ഉള്ളൂ, ഇസ്ലാമിക ഖിലാഫത്ത്, കാലിഫേറ്റ് സ്ഥാപിക്കുക, ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ അവസാന പോരാട്ടം എന്ന് പറയുന്ന ലക്ഷ്യം. അപ്പൊ അതിനെ പ്രതിരോധിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ കാശ്മീരിൽ പറഞ്ഞതുപോലെ അവിടെ സംഭവിച്ചതുപോലെ സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബദൽ ശക്തിയായി ഒരു കൂട്ടുകെട്ട് ഇവിടെ ഉണ്ടാവണം. ഒരു രാഷ്ട്രീയ മാറ്റത്തിലൂടെ ഇവിടെ സംഭവിക്കുള്ളൂ. അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം ഈ കേരളത്തിൽ വരണം. അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പല രീതിയിൽ നമ്മളെ നിശബ്ദരാക്കിക്കൊണ്ടിരിക്കും. അത് ലീഗൽ ആയിട്ട് ഉപയോഗിക്കും, മറ്റു ഭരണ ഇതായിട്ട് ഉപയോഗിക്കും. ഇപ്പോൾ തന്നെ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മുഹമ്മദ് റിയാസ് ഒരു വ്യക്തിഗത പരാതി കൊടുക്കുന്നത്. ഇവിടെ ഏത് നിയമ സംവിധാനമാണ്, ഏത് നീതിപീഠമാണ് റിയാസും ജാമിദ ടീച്ചറുമായിട്ടുള്ള കേസിൽ നീതി പുലർത്തുക? ഒന്ന് സാമാന്യ ബുദ്ധി വെച്ച് ചിന്തിച്ചോളൂ. താങ്കൾക്ക് ജാമിദ ടീച്ചറിന് എന്ത് നീതി കിട്ടും? അതാണ്. അപ്പൊ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ജാതിമത ഭേദമന്യേ നമ്മൾ ഒന്നിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ജാമിദ ടീച്ചർ ആയാലും ബാബു സാറായാലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? സാർ വിട്ടുപോയിട്ടുണ്ടോ ബാബു സാർ എന്തെങ്കിലും? ഒരു പോയിന്റ് കൂടി കെവിൻ പീറ്ററെ, ഞാനൊരു കാര്യം കൂടി പറയാം. ഇവർക്ക് എന്താണ് അവസാനത്തെ പൊരുതൽ എന്നറിയാം. ഖുർആനില് ഒരുപാട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിൽ കൊണ്ടുവരുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം. ലോകം ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരാൻ നാനാഭാഗത്തു നിന്നും എല്ലാവർക്കും ബാധ്യതയില്ലേ? അത് ചെയ്താൽ ഇവർക്ക് 72 ഹൂറികളെ കിട്ടും, പൊരിച്ച മീനിന്റെ കരളും കട്ടിത്തേനും കിട്ടും, മദ്യപ്പുഴയും കിട്ടും. അതിനുവേണ്ടി വാപ്പാടെ കഴുത്തിൽ കത്തി വെക്കാനും ഇവർക്കൊരു മടിയോ ഉണ്ടാകത്തില്ല. ഓക്കെ, ഞങ്ങളിലില്ല ഇസ്ലാമിക രക്തം, ഞങ്ങളിലില്ല ഹിന്ദു രക്തം, ഞങ്ങളിലില്ല ഈ പറയുന്ന ക്രൈസ്തവ രക്തം എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നിട്ടുള്ള ആളുകൾ ഇന്നിപ്പോൾ കഴിഞ്ഞ ആദ്യകാലങ്ങളിൽ നമ്മൾ കണ്ടു. പാലാ ബിഷപ്പായാലും പൂജാറിൽ നമ്മൾ കണ്ടു, അതിനുശേഷം അവിലും പലരും കുന്തിരിക്കും നമ്മൾ കണ്ടു. ഇന്ന് അവസാനം ഇതുപോലെ തന്നെ ഈ നിർമ്മല കോളേജിൽ എത്തി നിൽക്കുമ്പോൾ അവിടെയും നിസ്സംഗത പാലിച്ചുകൊണ്ട് ഈ പറയുന്ന മുഹമ്മദ് റിയാസ്മാർ ഇതിനെതിരെ ശബ്ദിക്കുന്ന ജാമിദ ടീച്ചർമാർക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകളും ഉള്ള വകുപ്പുകളും ഒക്കെ ചേർത്തിക്കൊണ്ട് ഇവിടെ കൃത്യമായിട്ട് നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന്റെ
കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് കുരുമുളകിട്ടുകൊണ്ട് എന്ന് തന്നെ പറയാം. ആ രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ തലയിൽ അല്പമെങ്കിലും ബുദ്ധിയുള്ള ആളുകൾ കൃത്യമായിട്ട് ചിന്തിക്കുക, കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇതാ കേരളം കാശ്മീർ ആവുന്നു എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുമ്പോൾ ആ പറയുന്നവരെ അപരാധികളാക്കിക്കൊണ്ട് വർഗീയവാദികളാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന തലയിൽ ചിന്തിക്കാൻ ശേഷിയില്ലാത്ത അടിമകളായിട്ടുള്ള ഈ നാട്ടിലെ മതേതരന്മാരാണ് ഞാൻ ഇസ്ലാമിനെതിരെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വർഗീയവാദിയാവുമോ എന്ന ആ ചാപ്പക്കുത്തലിൽ പെടുമോ സംഘീയമാവുമെന്ന് ഭയന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഓരോ ഹൈന്ദവനും ഓരോ ക്രൈസ്തവനും ഇനിയും ഒന്നിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ കാശ്മീർ പണ്ഡിറ്റുകൾക്ക് സംഭവിച്ചതെന്ന് യഥാർത്ഥത്തിൽ നിന്റെയൊക്കെ വീടുകളിൽ തന്നെ അറിയുമെന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ആ ഒരു ദൃഷ്ടാന്തം തന്നെയാണ് നിർമ്മല കോളേജിൽ കണ്ടതെന്ന് കൃത്യമായിട്ട് പറയേണ്ടതുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ അതിഗംഭീരമായി തന്നെ ജാമിദ ടീച്ചറായാലും ആർ വി ബാബു സാറായാലും കെവിൻ പീറ്റർ സാറായാലും കൃത്യമായിട്ട് വിവരിച്ചു എന്നുള്ള ആ ഒരു ചാരിതാർത്ഥ്യത്തോടെ തന്നെ കൂടുതൽ ആളുകൾ പ്രതികരണം ഉയർന്നു വരേണ്ടതുണ്ട്. ഇവിടെ 1, 2, 3, 4 ആളുകളിൽ ഉയർന്നു നിൽക്കേണ്ട ആ പ്രതികരണം ആവരുത്, പ്രതികരിക്കുന്ന ആ ഒരു അവസ്ഥയാവരുത്. എല്ലാവർക്കും സാമൂഹ്യ മാധ്യമങ്ങളിൽ തുല്യ നീതിയോടുകൂടി തന്നെ പ്രതികരിക്കാനുള്ള അവസരം ഇന്നത്തെ ഈ യുഗത്തിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ മുന്നോട്ട് വരട്ടെ എന്ന ആ ഒരു ആശംസയോടെ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ തന്നെ വിശിഷ്ട അതിഥികളുടെ സമ്മതത്തോടെ നമ്മൾക്ക് തൽക്കാലം ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. എന്തായാലും ഗംഭീരമായി പങ്കെടുത്ത 2-3 അതിഥികൾ ജാമിദ ടീച്ചർ അടക്കം അതിഥികൾക്ക് ഒരുപാട് നന്ദി. മാന്യ പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി. നമസ്കാരം. ജയ് ഹിന്ദ്.